എല്ലാവർക്കും നമസ്കാരം. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം IDC സ്റ്റുഡന്റ് ചാപ്റ്റർ ഇന്നോവേറ്റേഴ്സ് പ്രീമിയർ ലീഗിന്റെ ഭാഗമായി കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് ലെറ്റ്സ് ടോക്ക് മണി. ഈ പ്രോഗ്രാമിന്റെ സെക്കൻഡ് ഇവന്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മണി മാനേജ്മെന്റ് ആൻഡ് ഫൈനാൻഷ്യൽ ഫ്രീഡം ആണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ ഇവന്റ് നമുക്ക് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും. ഈ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ നമ്മളോടൊപ്പം ഉള്ളത് ഫേമസ് യൂട്യൂബർ ആൻഡ് പെൻഡഡ് സെക്യൂരിറ്റി CEO ആയിട്ടുള്ള നിഖിൽ ഗോപാലകൃഷ്ണൻ സാറാണ്. സാറിനെ ആദ്യം തന്നെ ഈ ഇവന്റിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്ന് ഈ ഇവന്റിൽ നമ്മളോടൊപ്പം ഉള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നതിനായിട്ട് സാറിനെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു 30 minutes നമുക്ക് സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് 15 minutes അല്ലെങ്കിൽ ഇൻ കേസ് ഇഫ് യു ഹാവ് മോർ ക്വസ്റ്റ്യൻസ് വി ക്യാൻ ഹാൻഡിൽ ദാറ്റ്. ഓക്കെ. ആൻഡ് ഇതിൽ ആർക്കൊക്കെയാണ് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് ഇറ്റ്സ് ഗുഡ്. എനിക്ക് ഈ പറഞ്ഞ സ്ക്രീനിനോട് നോക്കി സംസാരിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ആളുകളുടെ ഫേസ് നോക്കി സംസാരിക്കുമ്പോൾ എനിക്കും ഒരു കോൺഫിഡൻസ് ആണ്. ഇവിടെ ആളുകൾ ഉറങ്ങാതെ കേട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. എനിക്ക് ഞാൻ നിങ്ങളുടെ ഭംഗിയൊന്നും നോക്കണില്ല. ഇനി മുടിയിലെയും കുഴപ്പമില്ല, എന്താ പറയാ, ഇനി കുളിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഐ ക്യാൻ സ്റ്റിൽ സീ യു. ഷേവ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, സ്റ്റിൽ ഐ ക്യാൻ വാച്ച് യു. ഓക്കെ. സോ ഇറ്റ്സ് ഗുഡ് ഇഫ് ഐ ക്യാൻ ഹാവ് യുവർ ഫേസ്. ഓക്കെ. ഇതില് ഓരോരുത്തരും എവിടെ നിന്നാണ് ലൊക്കേഷൻ? സോ ഓൾ ആർ ഫ്രം കോട്ടയം അല്ലെങ്കിൽ different parts of Kerala. ഒന്ന് ചാറ്റിൽ പറയാവോ? സോ ഐ വിൽ ഹാവ് എൻ ഐഡിയ ദാറ്റ് എവിടെ. പാലക്കാട്. ഓക്കെ. ഫൈസൽ, ഹായ് ഫൈസൽ. കൊല്ലം. ഓക്കെ. കാർത്തിക്. ഓക്കെ. കോട്ടയം, ആലപ്പുഴ, എറണാകുളം. ഓക്കെ. ആയിക്കോട്ടെ. പല ലൊക്കേഷനാണ്. ഓക്കെ. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണോ അതോ നിങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ കോളേജിൽ ക്യാമ്പസിൽ വന്നിട്ടാണോ നിങ്ങളിപ്പോൾ പഠിക്കുന്നത്? ഓൺലൈൻ. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ വന്ന കുട്ടികൾക്ക് ഈ വർഷം റാഗിങ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ഈ എന്താ പറയാ, സീനിയേഴ്സ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ. ആൻഡ് ഐ തിങ്ക് നെക്സ്റ്റ് ഇയർ നിങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താ പറയാ, ഇതെല്ലാനും നടക്കും. ഓക്കെ. വെരി ഗുഡ്. ഇതില് എത്ര പേർക്ക് ഈ ഓൺലൈൻ മോഡൽ ഇഷ്ടമായി? യു ഗൈസ് ആർ എൻജോയിങ് ഓർ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും വന്ന് ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടാൽ മതി എന്നാണോ? Is it boring? Oh, very good. Okay. Anwar, correct word use ചെയ്തു, boring എന്ന് പറഞ്ഞിട്ട്. Okay. Really boring. Very nice. Okay. അപ്പൊ ഇതില് നിങ്ങളൊക്കെ എങ്ങനെയാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന ടൈമിൽ നിങ്ങൾ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യോ അതോ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പരിപാടികൾ? ആരും അങ്ങനെ വീഡിയോ ഒന്നും ഓണാക്കാറില്ല. നിങ്ങൾ ഓക്കെ. അപ്പൊ നിങ്ങൾ ഉറങ്ങിപ്പോവില്ല? അപ്പൊ ടീച്ചേഴ്സിന് മനസ്സിലാവില്ലേ? അപ്പൊ മനസ്സിലാവുമോ നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ഉള്ളത്? ഇടയ്ക്ക് പിടിക്കും. ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ സബ്ജക്ട് തന്നാൽ പോരാ, എന്നിട്ട് നിങ്ങൾ തന്നെ പഠിച്ചു വന്നിട്ട് നിങ്ങൾ തന്നെ ട്രെയിൻ ചെയ്യണല്ലേ കുറച്ചും കൂടി നല്ലത്? ഇത് ടീച്ചേഴ്സ് വന്ന് പഠിപ്പിക്കണേക്കാളും നല്ലത് അവർക്ക് തന്നെ നിങ്ങൾക്ക് ഒരു ടോപ്പിക് തരാം, എന്നിട്ട് ഈച്ച് ഡേ ഓരോരുത്തരും സംസാരിക്കാം. ഓക്കെ. ടീച്ചറും ബോറിങ് ആണ്. ഓക്കെ. ഓൺലൈൻ. ഓക്കെ. ടീച്ചേഴ്സിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നത്. കാരണം ഒരു വികാരമില്ല. ഈ ഒരു ചോക്ക് എടുത്ത് നിങ്ങളുടെ മുഖത്തെറിയാൻ പറ്റില്ല, ടെസ്റ്റർ എടുത്ത് നിങ്ങളുടെ തലയിൽ എറിയാൻ പറ്റില്ല. പിന്നെ ഇത് എങ്ങനെ ടീച്ചേഴ്സും ഒരു എൻജോയ് ചെയ്തിട്ട് നിങ്ങളെ പഠിപ്പിക്കും? സോ യു ഓൾസോ നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ ടീച്ചേഴ്സിനും ഒരു സ്ക്രീനിനോട് സംസാരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളിപ്പോ ഫ്രണ്ട്സ് തമ്മിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ അപ്പൊ ഈ നിങ്ങളൊക്കെ എങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണം? നിങ്ങൾക്ക് ആരെങ്കിലും ഇപ്പൊ പുതിയ ഫ്രണ്ട്സ് ആയോ അതോ ഓൺലൈനിൽ കൂടെ ഫ്രണ്ട്സ് ആയോ അതോ ഇപ്പൊ ഫസ്റ്റ് ഇയർ വന്നിട്ട് ഒരു ഗ്യാങ് ആയിട്ടില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ? ലാബ് ഉണ്ടായിരുന്നു, ലാബിൽ വന്നിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം എല്ലാവരും കണ്ടിട്ടുണ്ടാവും? ഉണ്ട്. ഓക്കെ. അപ്പൊ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാം ഇപ്പൊ? അതൊക്കെ അറിയാം. ഇപ്പൊ ഇതില് എന്തോ 14 ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് ലൈനൊക്കെ ആയിട്ടുണ്ടാവില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 14 ദിവസം കൊണ്ട്? ഉണ്ടല്ലേ? അത് മതി. അത് പുറത്ത് പറയണ്ട. ഉള്ളതൊക്കെ ഇങ്ങനെ എന്താ പറയാ, എന്നോട് പേഴ്സണൽ ചാറ്റിൽ പറഞ്ഞാൽ മതി എത്ര പേര് ആയിന്നൊക്കെ ഉള്ളത്. സാറേ മെക്കാനിക്കലുകാരും ഉണ്ട് ഈ ക്ലാസ്സിൽ. ഓക്കെ. മെക്കാനിക്കലില് പെൺകുട്ടികളില്ല? ഒരാളേ ഉള്ളൂ. ഒരു പെൺകുട്ടി ഉണ്ടോ? വെരി ഗുഡ്. ഓക്കെ. 67 ബോയ്സ് ഉണ്ട്. എന്തോ? 67 ബോയ്സും ഉണ്ട്.
67 ബോയ്സും ഒരു പെൺകുട്ടിയും. വാവ്, ഓക്കെ. ആ പെൺകുട്ടി ആരാണ് ഈ കൂട്ടത്തിലുണ്ടായ പെൺകുട്ടി? ഇല്ല ആക്റ്റീവ് ഒന്നുമല്ല. ആക്റ്റീവ് അല്ല. ഓ ഓക്കെ ഓക്കെ, വെരി നൈസ്. ഓക്കെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ക്ലാസ്സിലുണ്ടാ എന്താ പറയാ എല്ലാ പെൺകുട്ടികളും ഒരു ആൺകുട്ടി മൈക്രോബയോളജി അങ്ങനത്തെ വല്ല ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക് അവിടെ? ഇല്ല. അയ്യോ, പെൺകുട്ടികളാ കൂടുതൽ, ബോയ്സ്. അല്ല, മൈക്രോബയോളജിയിൽ ഞാൻ കേട്ടിട്ടുണ്ട് പെൺകുട്ടികളായിരിക്കും കൂടുതൽ, ആൺപിള്ളേർ 1-2 ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ ഞാനത് പഠിച്ചേനായിരുന്നു. വെറുതെ ഞാൻ ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് ഒന്നും പോലായിരുന്നു. എനിക്ക് അന്ന് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ക്ലാസ്, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട്. ഓക്കെ. അപ്പോ നമ്മൾ ഇന്ന് എത്ര പേർക്ക് ഇതിൽ മണീനെ പറ്റിയിട്ട് ഭയങ്കര ഇഷ്ടമുണ്ട്? സോ പണം എന്ന് പറഞ്ഞാൽ, സോ ഇഫ് ഐ സേ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആണ് വരുന്നത്? ക്യാൻ യു ടൈപ്പ് ഇറ്റ് ഹിയർ? മണി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഫീലിംഗ് യു ഗെറ്റ്? ഇപ്പൊ എന്ത് ഫീലിംഗ് ആണ് നിങ്ങൾക്ക് പണം എന്ന് കാശ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്? കാർത്തിക്കിന് ലക്ഷറിയാണ്, ഓക്കെ. വിവേകിന് പവറാണ്, ഫൈസലിന് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ്, ജെഫിന് വേസ്റ്റ് പേപ്പർ, അൻവർ എന്താ വേസ്റ്റ് പേപ്പർ എന്ന് അൻവർ പറയാൻ കാരണം? ഒന്ന് പറയൂ അൻവർ, എന്താണ് വേസ്റ്റ് പേപ്പർ എന്ന് പറയാൻ കാരണം എന്താണ്? അൻവർ, ക്യാൻ യു അൺമ്യൂട്ട് ആൻഡ് സേ ദാറ്റ് എന്താണ് വേസ്റ്റ് പേപ്പർ എന്ന് പറയാൻ കാരണം എന്നുള്ളത്? പണം കൊണ്ട് നമുക്ക് ഒന്നും നേടാൻ ആവില്ല. പണം കൊണ്ട് നമുക്ക് ഒന്നും നേടാനാവില്ല. നമ്മളെ ഹെൽത്തും നമുക്കൊന്നും നേടാൻ ആവില്ല പണം കൊണ്ട്. പണം നമുക്ക് എത്ര ഉണ്ടെങ്കിലും അത് എൻജോയ് ചെയ്യാത്ത കുറേ പേരുണ്ട്. അതെല്ലാം കാണുമില്ലേ, അതെല്ലാം കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും. പണത്തെ കൊണ്ട് ഒരു തൃപ്തി ഇല്ലാത്ത കുറേ പേരുണ്ടാവും. അപ്പൊ പണം ഒരു വേസ്റ്റ് പേപ്പറാ. വെരി ഗുഡ്, ഓക്കെ, വെരി നൈസ്. ഓക്കെ, അത് നല്ലൊരു ആശയമാണ് അൻവർ പറയാൻ കാരണം. അപ്പൊ അതില് വേറെ ഒരാള് എന്താണ് ഷെഹനാസ് റമീസ്, അയാള് ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി വേറെ ആൾക്കാർ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ, എന്താണ് നിങ്ങൾ ഹാപ്പിനെസ് എന്ന് വിചാരിക്കാൻ കാരണം എന്നുള്ളത്? പലരും ഇതിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഷെഹനാസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ there are a lot of people says freedom. ഓക്കെ, നാദിയ പറഞ്ഞിട്ടുണ്ട് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫ്രീഡം എന്ന് പറയാൻ കാരണം? നിങ്ങൾക്കുള്ള അഭിപ്രായം പറഞ്ഞാൽ മതി, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് നിങ്ങളുടെയൊക്കെ ഫീലിങ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. വൈ യു ആർ സേയിങ്, എന്താണ് ഫ്രീഡം എന്ന് പറയാൻ കാരണം? സച്ചിൻ പറഞ്ഞിട്ടുണ്ട്, നാദിയ പറഞ്ഞിട്ടുണ്ട്. എന്താ നാദിയ പറയാൻ കാരണം, ഫ്രീഡം എന്ന് പറയാൻ കാരണം എന്താണ്? സാർ, കാശ് തന്നെ വേണ്ടേ? നമുക്കൊരു സാധനം വാങ്ങണ കാശില്ലാതെ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ, വെരി നൈസ്. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നറിയോ ഈ ഗ്രൂപ്പിൽ, ഇതിൽ കൂടുതൽ ഈ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. BW1 ആരാണത്? അയാള് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാൻ യു ടെൽ ദാറ്റ് വൈ യു ആർ യു സേയിങ് ദാറ്റ് സെക്യൂരിറ്റി എന്നുള്ളത്? അതായത് ഇപ്പം ആക്സിഡന്റ് പറ്റിയെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കാനൊക്കെ വേണ്ടി, പിന്നെ അങ്ങനെ എന്തെങ്കിലും നാളെ ഒരു ക്രൈസിസ് എല്ലാം വരണമെങ്കിൽ പൈസ ഉണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് BW. അതാണ് BW. ശരിക്കും ഞാൻ എന്താ ചോദിക്കാൻ കാരണം എന്നറിയോ, എനിക്ക് പണം എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എപ്പോഴും തോന്നാറുണ്ട്. സോ ഫോർ മീ, എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് പണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മോർ ലൈക്ക് എ സെക്യൂരിറ്റി ഫോർ മീ. ഞാൻ അതിന്റെ പേരിൽ എന്നായിട്ട് എന്തെങ്കിലും മാച്ച് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചാൽ. താങ്ക് യു. നിങ്ങളുടെ പേരെന്തായിരുന്നു? BW1ന്റെ പേര്? സാർ, ഭഗത്. ഓ, ഭഗത്. ഓക്കെ, വെരി നൈസ് നെയിം. ഓക്കെ, അപ്പോൾ ഇതിലത്തെ കാര്യം പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയും. ഈ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പണം എസിക്കൽ ടു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു കത്തിനെ പറ്റി പറയാം. കത്തി, ഇറ്റ്സ് എ കത്തി, റൈറ്റ്? നൈഫ്. ഇപ്പൊ ഈ നൈഫ് ഒരു വില്ലന്റെ കയ്യിൽ ഇരിക്കുകയാണ്. ഇപ്പൊ ബാഹുബലി എന്ന് പറഞ്ഞ ആളും പിന്നെ ബല്ല എന്ന് പറഞ്ഞ ആളില്ലേ ഈ സിനിമയിലത്തെ, ആ ബല്ലയുടെ എടുത്തിരിക്കുന്നതും വാളായിരുന്നു, ബാഹുബലി എടുത്തിരിക്കുന്നതും വാളായിരുന്നു. പക്ഷെ ബല്ല എന്താ വാളെടുത്തിട്ട് ചെയ്തത്? ഹി ട്രൈ ടു കിൽ പീപ്പിൾ ഇൻ എ റോങ് വേ. ചീത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് അയാൾ ഉപയോഗിച്ചു. പക്ഷെ കത്തി ഇരിക്കുന്നത് ഒരു എന്താ പറയാ സർജന്റെ അടുത്താണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്താണ്. അങ്ങേർക്ക് കത്തി ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്ത് ഒരാളെ ജീവൻ രക്ഷിക്കാൻ പറ്റും. സോ ദ വെപ്പൺ ഈസ് സെയിം. ഇപ്പൊ ബാഹുബലി എടുത്ത് കത്തിയിരുന്ന ടൈമിൽ ബാഹുബലി എന്താ ചെയ്ത്? അങ്ങേര് ഹീറോയിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു, നമ്മളെല്ലാവരും അയാളെ ഹീറോ ആയിട്ട് വർഷിപ്പ് ചെയ്തു. അപ്പോ പണം എന്ന് പറഞ്ഞ സാധനം നല്ലതുമല്ല ചെയ്തതല്ല, ഇത് ആരുടെ കയ്യിലിരിക്കുന്നു അവനാണ് പ്രശ്നം.
ഇപ്പൊ അൻവർ പറഞ്ഞു പണം വേസ്റ്റ് പേപ്പറാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങേരുടെ വാൾപേപ്പറിൽ ഇരിക്കുന്ന സാധനം ബെൻസിന്റെ എം ക്ലാസ് ആണ്. അപ്പൊ ഈ എം ക്ലാസ് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് പേപ്പർ തന്നെ വേണം. ആൻഡ് ഇഫ് യു വാണ്ട് ടു ഡ്രൈവ് ദാറ്റ് ആൻഡ് എൻജോയ് ദാറ്റ്, ഓഫ് കോഴ്സ് പണം തന്നെ വേണം. അപ്പോ നമുക്ക് നമ്മൾ നല്ലതാണെങ്കിൽ, ഐ മീൻ ആസ് എ പേഴ്സൺ, ആസ് എ ഇൻഡിവിജ്വൽ നമ്മൾ നല്ലതാണെങ്കിൽ ആ പണവും നല്ലതാവും. അപ്പോ ഇത് പണത്തിന് നല്ലതുമില്ല ചീത്തയില്ല. ഇറ്റ്സ് ഓൾവേസ് എ ബാലൻസ്ഡ് അപ്രോച്ച് ഈസ് ഗുഡ്. ആൻഡ് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും പണത്തിനെ ഫ്രീഡം ആയിട്ട് പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫ്രീഡം ആയിട്ട് പറയണം എന്നുള്ളത്. പക്ഷെ അത് ഇറ്റ്സ് എ വെരി നൈസ് വേ ഓഫ് ഇന്റർപ്രിറ്റിംഗ്. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞങ്ങളെ പോലത്തെ കുറെ ആൾക്കാർ വന്നിട്ട് അവിടെ ഇവിടെ വന്നിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നും അത് ഇതൊക്കെ പറയണേ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ തലയിൽ ഈ ഫ്രീഡം എന്ന് കയറിയേക്കണമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഫ്രീഡം ഈസ് എ ഗുഡ് വേർഡ് ടു ഹാവ്. കാരണം എപ്പോഴും നമുക്കൊരു വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണം ഉണ്ടാക്കുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരു വെൽത്തി ആണെന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും എനിക്ക് പണമൊന്നും വേണ്ട എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാലോ. വെരി നൈസ്. ഓക്കെ, ഇതിൽ പണം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? നോ, നെവർ. ഓക്കെ, വെരി നൈസ്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സെഷന് വന്നവർക്ക് എല്ലാവർക്കും പണത്തിനോട് താല്പര്യമുണ്ടോ? 86 ആൾക്കാരുണ്ട് ഇതിൽ. എല്ലാവർക്കും വെരി നൈസ്. ഓക്കെ, വളരെ സന്തോഷം. പണം എല്ലാവരും ഇതിൽ സന്യസിക്കാൻ പോണ ആരും ഇല്ല ഇതിൽ. അപ്പൊ വെരി നൈസ്. എല്ലാവരും വൺ ഡേ വി വാണ്ട് ഓൾ ഓഫ് us ടു ബി എന്താ പറയാ റിച്ച്. ആൻഡ് മെയിൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവണം. ആൻഡ് ഐ ഡോണ്ട് നോ ഹൗ മെനി ബില്യനേഴ്സ് ആർ ഗോയിങ് ടു കം ഫ്രം ദിസ് ഗ്രൂപ്പ് വൺ ഡേ. if അറ്റ്ലീസ്റ്റ് മില്യനേഴ്സ് എങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് സെഷൻ തുടങ്ങാം. അപ്പൊ നമുക്ക് പണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സത്യത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന്, ഇതെല്ലാവരും പറ്റുന്ന പേപ്പറിലൊക്കെ എഴുതി വെച്ചോട്ടെ. ഒന്ന്, പണം ഉണ്ടാക്കണം, മേക്ക് മണി. പണം ഉണ്ടാക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സർവീസ് കൊടുക്കണം. ഈ 4 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലേ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. So first and foremost important thing is that you should make money. ഇതാണ് ആദ്യത്തെ കാര്യം. ഈ പൈസ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് അടുത്ത കാര്യം ചെയ്യണം വെച്ചാൽ മാനേജ് മണി. ഈ പൈസനെ മാനേജ് ചെയ്യണം. ഇപ്പൊ ഒരാൾക്ക്, ഇപ്പൊ ചില ആൾക്കാർക്ക് ജോലി തുടങ്ങുന്ന ടൈമിൽ അവരുടെ ശമ്പളം 10,000 രൂപയായിരിക്കും. അതൊരു 5 കൊല്ലം അല്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഈ 10,000 എന്നുള്ളത് ഇദ്ദേഹം ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ ആയിട്ട് ശമ്പളമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷെ അപ്പോഴും ഇദ്ദേഹം സേവ് ചെയ്യണ്ടാവില്ല. കാശ് വരുന്നു, കാശ് തീരുന്നു, കാശ് വരുന്നു, കാശ് തീരുന്നു. ഈ ഒരു അവസ്ഥ ഒരിക്കലും വരരുത്. മാനേജ് മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. മാനേജ് മണിയിൽ അഗെയിൻ 3 കാര്യങ്ങളുള്ളത്. പൈസ, നിങ്ങൾക്ക് പൈസ കിട്ടുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യുക? ഈ കൂട്ടത്തിൽ പൈസ കിട്ടുമ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക? പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ ചെയ്യുക? ഇൻവെസ്റ്റ്. ഓക്കെ. ജെഫിൻ, എത്ര രൂപ ഉണ്ട് ഇപ്പൊ ബാങ്കിൽ? ഇപ്പൊ 7,000 രൂപയുള്ളൂ. 7,000 രൂപ. എത്ര രൂപ മൊത്തം കിട്ടിയിട്ടുണ്ട് ലൈഫിൽ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ No, I want you to think. I'm not expecting any correct answer. 50,000 താഴെ ഏതായാലും. ഓക്കെ, അല്ല എന്റെ ചോദ്യം വെച്ചാൽ ഈ ബാങ്കിൽ കാശ് ഇട്ടേക്കണെന്ന് വെച്ചാൽ ബാങ്കിൽ എവിടെ ഇട്ടേക്കണത്? സേവിങ്സ് അക്കൗണ്ടില്. സേവിങ്സിൽ അക്കൗണ്ടിനായിട്ട് തന്നെ ഇൻവെസ്റ്റ് എന്ന് പറയില്ല. അല്ല, ഞാനൊരു ഇത് പറഞ്ഞതാ, ഷെയർ മാർക്കറ്റ് ഒക്കെ. ഷെയർ മാർക്കറ്റ് മണിയൊന്നും വരുന്നില്ലല്ലോ, വരുമ്പോ പോരെ. അല്ല, മണി വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് മണി വരുന്നുണ്ടല്ലോ. ഈ കൂടുതൽ എല്ലാവർക്കും മണി വരുന്നില്ലേ? നിങ്ങൾക്ക് പോക്കറ്റ് മണി വരാറില്ലേ വീട്ടിൽ നിന്ന്? പോക്കറ്റ് മണി എന്തോ അതൊക്കെ ചെറിയ 1,000-2,000 ഒക്കെ അല്ലേ ഉള്ളൂ. അത് നമ്മളിങ്ങനെ വല്ല പുറത്ത് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോഴോ സിനിമയ്ക്ക് പോകാനോ അങ്ങനെയൊക്കെ ഉപയോഗിക്കും. ഓക്കെ, എനിക്ക് ആകെ ഫസ്റ്റ് പറയാനുള്ള കാര്യം വെച്ചാല് ഇന്ന് പഠിക്കുന്ന പണം ഇസ് ഈക്വൽ ടു ഇറ്റ്സ് എ ഹാബിറ്റ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പൈസ കിട്ടണമെങ്കിൽ 10% മാറ്റി വെക്കാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ, നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോഴും 10% മാറ്റി വെക്കാൻ നിങ്ങൾക്ക് തോന്നില്ല. അപ്പൊ ഇൻ കേസ് ഇവൻ പോക്കറ്റ് മണി കിട്ടുകയാണെങ്കിലും ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10% മാറ്റി വെക്കാൻ പഠിക്കുക. ഇപ്പൊ 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 100 രൂപ മാറ്റി വെച്ചിട്ട് വേണം 900 രൂപയ്ക്ക് നിങ്ങൾ ചിലവാക്കാൻ പാടുള്ളൂ. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ലെസൺ. എഗ്രി ഓർ നോട്ട്? ഇത് ഈ സാധനം നിങ്ങൾ ചെയ്ത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ പഠിക്കും എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളത്.
ഇത് പഠിച്ചില്ലെങ്കിലുള്ള കുഴപ്പമെന്നറിയോ? നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ നിങ്ങളുടെ ആമസോണോ അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിളോ ആരെങ്കിലും പ്ലേസ്മെന്റ് എടുത്തിട്ട് പോകും. എന്നിട്ട് ഫസ്റ്റ് മാസം ശമ്പളം 50,000 രൂപ വരും. ഈ 50,000 രൂപ നിങ്ങൾ ചെലവാക്കി തരും. കാരണം നിങ്ങൾക്ക് സേവ് ചെയ്യാനുള്ള പരിപാടിക്ക് അറിയില്ല. സോ ദ മാനേജ് മണിയിൽ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് സേവ്, ദെൻ സ്പെൻഡ്, ദെൻ ഇൻവെസ്റ്റ്. ഇത് നിങ്ങൾ കുറച്ചും കൂടിയും നല്ലൊരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് യു ഇൻവെസ്റ്റ്, ദെൻ സേവ് ആൻഡ് ഇൻവെസ്റ്റ് സെയിം ടൈം. അത് കഴിഞ്ഞിട്ട് സ്പെൻഡ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, എനിക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്റെ ബഡ്ജറ്റ് എന്താണെന്നുള്ളത്. 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണത്? 1000 രൂപ മിനിമം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എനിക്ക് 10% സേവ് ചെയ്തിരിക്കണം. ആ 10% സേവ് ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഹാബിറ്റ് യു ഷുഡ് ലേൺ. ഇന്നത്തെ സെഷൻ കഴിഞ്ഞിരിക്കുന്ന ഈ 96 ആൾക്കാർക്കും 95 ആൾക്കാർക്കും ഇനി മേലാലും നിങ്ങൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ 10% യു ഷുഡ് ഏബിൾ ടു മെന്റലി കാൽക്കുലേറ്റ്. 100 രൂപ കിട്ടി, 10 രൂപ സേവ് ചെയ്തു, എന്നിട്ട് ബാക്കിയുള്ളത് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അഗ്രി ഓർ നോട്ട്? ഓക്കെ, ബ്രില്യൻറ്റ്. ഓക്കെ, ഇനി സാധാരണ ഈ കോളേജ് പിള്ളേരുടെ അടുത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും നോ എഗ്രി എന്ന് പറയും. ഈ കൂട്ടത്തിൽ എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഷോസ് ദാറ്റ് നിങ്ങൾ എല്ലാവരും പണത്തിനോട് സീരിയസ് ആയിട്ടുള്ള പിള്ളേരാണല്ലോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പണം സേവ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യൂലേ, അത് കുറെ നാൾ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊരു വെൽത്ത് ക്രിയേറ്റ് ആവണം. സോ ഇപ്പോൾ നിങ്ങൾ എല്ലാ മാസവും നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഇൻകത്തിലും 10% മാറ്റിവെച്ച് നിങ്ങളൊരു 50-60 പൈസ ഒന്നും ആവണ്ട. അല്ലാതെ തന്നെ നിങ്ങളുടെ അടുത്ത് കുറെ പൈസ ഉണ്ടാവും. ഇപ്പൊ ജെഫിൻ പറഞ്ഞ പോലെ 7,000 രൂപയോളം ബാങ്കിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഓരോ പ്രാവശ്യവും നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ 10% ഇങ്ങനെ മാറ്റിവെച്ച് ബാങ്കിലേക്ക് മാറ്റിവെക്കണമെന്നുണ്ടെങ്കിൽ അത് 7,000 അല്ല, അതിനേക്കാളും കൂടുതലായിട്ടുണ്ടാവന്നെ. കാരണം നിങ്ങൾക്ക് എപ്പോഴും ഇന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ന് പൈസ കിട്ടിയാലും 10% എടുത്ത് മാറ്റി വെച്ചിരിക്കണം. ജസ്റ്റ് ചെക്ക് വിത്ത് എവരി വൺ. എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഈ കൂട്ടത്തിൽ? വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഈ കൂട്ടത്തിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഫസ്റ്റ് തന്നെ തുറക്കാന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ആൻഡ് അപ്പൊ നമ്മൾക്ക് എന്ന് വീട്ടിൽ നിന്ന് പൈസ കിട്ടിക്കഴിഞ്ഞു, ഇവൻ വീട്ടുകാരോട് പറയേണ്ട കാര്യമുണ്ട്, എനിക്ക് പൈസ കയ്യിൽ തരണ്ട, ബാങ്കിൽ ഇട്ടാൽ മതി. പൈസ കയ്യിൽ തന്നല്ല പ്രശ്നം അറിയോ, നമുക്ക് ഈ സാധനങ്ങൾ തീർന്നു പോകും. ബാങ്കിൽ ഇടണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് ഈ പറഞ്ഞ ഓരോ പ്രാവശ്യവും 10% ബാക്കി വെച്ചിട്ട് വേണം പൈസ എടുക്കാനായിട്ട്. അപ്പൊ എല്ലാ പ്രാവശ്യവും ഈ 10% അവിടെ കുമിഞ്ഞു കൂടണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കാര്യം. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പൊ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ശമ്പളം കിട്ടും? ശമ്പളം കിട്ടണമെങ്കിൽ 10% മാറ്റി വയ്ക്കും, എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ സ്പെൻഡ് ചെയ്യും. ഇനി നിങ്ങളുടെ ശമ്പളം കൂടുന്നതനുസരിച്ചിട്ട് 10% എന്നുള്ള 20%, 30% ഒക്കെ ആയിട്ട് കൂട്ടിക്കൊണ്ടിരണം. കാരണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബാച്ചിലർ ആയിട്ട് ജീവിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് 25,000 രൂപ ശമ്പളം ഉണ്ട്, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് 25,000 രൂപയ്ക്ക് നിങ്ങൾ മാറ്റി വെക്കണം. ഇനി ബാച്ചിലർ ആയിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ശമ്പളം ഒരു 50,000 അല്ലെങ്കിൽ 60,000 രൂപയായി. ആ സമയത്ത് നിങ്ങൾ 10% അല്ല മാറ്റി വെക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസ് ചിലപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു 20,000 രൂപ ഉണ്ടല്ലോ. അപ്പൊ 40,000 രൂപ നിങ്ങൾ മാറ്റി വെക്കണം. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം. കാരണം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾ പൈസ ഉണ്ടാക്കാതെ നടക്കില്ല. അപ്പൊ ഹൗ ഡു യു മേക്ക് മണി? സോ ആസ് എൻ എംപ്ലോയി ഓർ ആസ് എ ബിസിനസ് മാൻ യു ഷുഡ് ക്രിയേറ്റ് വാല്യൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾ ശമ്പളം തരണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞു വരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും, ഇവൻ നിങ്ങളെ ഇന്റർവ്യൂവിൽ പോകുന്ന ടൈമിലും നിങ്ങളോട് ചോദിക്കുന്നത് എത്ര രൂപ ശമ്പളം വേണമെന്ന് പറയാൻ നിങ്ങൾ അതിന് ഉത്തരം പറയും. ഒരാൾ ചോദിക്കുന്നത്, നിങ്ങളുടെ ഇന്റർവ്യൂവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം വേണമെന്ന് ചോദിക്കുന്നത്, നിങ്ങൾ എന്ത് പറയും? അല്ലാതെ നിങ്ങൾ ചോദിക്കുമോ എനിക്ക് ഇപ്പൊ അവർ പറയുന്നത് എത്ര രൂപ ശമ്പളം തരുന്ന പറഞ്ഞാൽ നിങ്ങൾ എത്ര രൂപ ശമ്പളം ചോദിക്കും? ഈ കൂട്ടത്തിൽ എല്ലാവരും ഇന്റർവ്യൂവിന് പോയിക്കണം. ആൻഡ് നിങ്ങളോട് ചോദിക്കണം നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം വേണമെന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി യുവർ ആൻസർ? ടൈപ്പ് ചെയ്താൽ മതി, എത്ര രൂപയാണ് നിങ്ങളുടെ സാലറി? എനിക്കൊന്നും അറിയാനാ. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നത് നിങ്ങളോട് പറയണേ ഒരു ജോലി തരാന്ന് പറഞ്ഞാൽ വാട്ട് വിൽ ബി യുവർ സാലറി? ആർക്കും വേണ്ടേ? എന്ത് ഡിപ്പെൻസ് ഒന്നും ഇല്ല ഇവിടെ. കാര്യം പറ, എത്രയും മിനിമം 1 lakh പെർ മന്ത്. ഓക്കെ, ഫൈസൽ. ഓക്കെ, ഇപ്പൊ ഒരാള് പറയാണ് ഫൈസലിന് 1 ലക്ഷം രൂപ സാലറി എന്താ, വാട്ട് യു വിൽ ഗീവ് ടു ദം? ഫൈസല് 1 ലക്ഷം രൂപ സാലറി തരണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ആ കമ്പനിക്ക് ഫൈസൽ ഉണ്ടാക്കി കൊടുക്കും? ഇപ്പൊ ആമീന് ഒരു 1 crore വേണമെന്ന് പറഞ്ഞു. 1 crore എനിക്ക് അറിഞ്ഞൂടാ ഇയർലി ആണോ അവന്റെ എൻ്റയർ ലൈഫിലാണോ അതോ മന്തിലാണോ എന്നുള്ളത്. പക്ഷെ ഈ 1 crore തരണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ ആ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കും? അജ്മൽ, മിനിമം 60,000 പെർ മന്ത്. ഈ 60,000 തരണമെങ്കിൽ നിങ്ങൾ എത്ര രൂപ കമ്പനിക്ക് ഉണ്ടാക്കി കൊടുക്കും?
what the job you will do. What job you will do? What is the value addition you are going to give for that company? 2x 2x നിങ്ങൾക്കുള്ള ബിൽഡിങ്ങിലുള്ള റെന്റ് കൊടുക്കാൻ പറ്റില്ല 2x ആണെന്നുണ്ടെങ്കിൽ. 2x ആണെന്നുണ്ടെങ്കിൽ ആർക്കും എന്ത് വേണം? കാരണം നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയിട്ട് ഇരുത്തണം, എന്നിട്ട് നിങ്ങൾക്ക് ചായ തരണം, ഇലക്ട്രിസിറ്റി തരണം, ഇതെല്ലാനും ശമ്പളത്തിന്റെ അത്ര തന്നെ കാശ് വരെയല്ലേ. 2x ആണെങ്കിൽ ഇറ്റ്സ് എ ലോസ് ബിസിനസ് ഫോർ ദ കമ്പനി. ഫിഫ്റ്റി പെർസെന്റേജ് അതിനേക്കാളും ഭേദം നിങ്ങൾക്ക് ആ ജോലി തരാണ്ടിരിക്കാന്നുള്ളതല്ലേ ഏറ്റവും നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. 50% ആണെങ്കിൽ എന്ത് കാര്യമുണ്ടത്? സോ ഫസ്റ്റ് ഇസ് 10x. ഓക്കെ വൈശാഖ്, അറ്റ്ലീസ്റ്റ് യു സെഡ് ഇറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു 10 ഇരട്ടി അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകരുത്. കാരണം വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് നിങ്ങളൊരു ശല്യമായി മാറും. ആൻഡ് ദേ വിൽ ത്രോ യു ഔട്ട് ഫ്രം ദ കമ്പനി. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഗിവ് 10x ടു ദ കമ്പനി, ഡോണ്ട് വർക്ക്. So now what you need to understand is that, can you give 10x to the company? What is the skill set you need to have? If you want to have a promotion, and what is the salary the manager will get it, can you produce 10x? Then only ask for a salary hike or promotion. Otherwise don't ask. So are you guys ready to give 10x to your company before joining? അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10x നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ മാത്രം ബിസിനസ് തുടങ്ങാം. So it's always important that you can you add value, then only go for business or a job. അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കണ്ട. So the first question is that, are you ready to create value to get better salary? അങ്ങനെയാണെങ്കിൽ you can make money. If you can make money based on your value, if that is 1 lakh rupees, what is your expenses? You should have a budget, clear budget. എത്ര രൂപ എനിക്ക് എന്റെ ചെലവിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതിലൊരു 20,000 രൂപയ്ക്ക് നിർത്താണെങ്കിൽ ബാക്കി 80,000 രൂപ ഇസ് എ സേവിംഗ് ഫോർ യു. ദാറ്റ് 80,000 രൂപ യു ക്യാൻ സ്റ്റാർട്ട് ഇൻവെസ്റ്റ്. ആൻഡ് നിങ്ങളൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ചെലവ് ഡബിൾ ആവും അല്ലെങ്കിൽ ട്രിപ്പിൾ ആവും. ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഈസ് എ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. സോ ആ സമയം വരെ യു ക്യാൻ ക്രിയേറ്റ് ലോട്ട് ഓഫ് മണി. ആ പൈസ വെച്ചിട്ട് ദെൻ സ്റ്റാർട്ട് മേക്കിംഗ് പ്രോഗ്രസ് ഫ്രം ദെയർ. സോ വൺസ് യു ഗെറ്റ് ഇൻകം, യു ഷുഡ് സ്റ്റാർട്ട് ലിവിങ് യുവർ ലൈഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിനേക്കാളും കുറച്ച് ജീവിക്കാൻ പഠിക്കണം. അത് നിങ്ങൾക്ക് 50% ജീവിക്കാൻ പറ്റിയ വെരി ഗുഡ്, 30% ജീവിക്കാൻ പറ്റിയ വെരി ഗുഡ്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ 80% സ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചെയ്തു വെക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു എമർജൻസി ഫണ്ട് വെക്കുക കയ്യിൽ എപ്പോഴും. ഉദാഹരണം പറഞ്ഞാൽ എത്ര രൂപയാണ് നിങ്ങളുടെ മാസം ജീവിക്കാനുള്ള ചെലവ്? അതിപ്പോ നിങ്ങൾക്ക് ഒരു 25,000 രൂപയാണ് വെക്കുക ഇനീഷ്യൽ ഫേസ് ഓഫ് ലൈഫിൽ. അങ്ങനെയാണെങ്കിൽ മിനിമം 6 മാസത്തേക്കുള്ള പൈസ നിങ്ങളുടെ എപ്പോഴും നിങ്ങൾക്ക് സേഫ് ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. കാരണം ഇൻ കേസ് നിങ്ങൾ ജോബ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ജോലി മാറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാലറി ടു സാലറി ജീവിക്കണമെന്നുള്ള പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി വിടാൻ പറ്റത്തില്ല. ഇനി അതല്ല, നിങ്ങൾ വിചാരിക്കേണ്ട ജോലിയൊക്കെ തുടങ്ങി ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കണം എനിക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം, ഒരു ലഡാക്കും അവിടെയൊക്കെ ട്രിപ്പിന് പോകണം, അല്ലെങ്കിൽ വേൾഡ് ടൂർ പോകണം. ആ ടൈമിൽ നിങ്ങൾക്ക് സാലറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജോലി വിടാൻ പറ്റത്തില്ല. സോ 6 months to 1 year എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള പൈസ എപ്പോഴും റിസർവ് ആയിട്ട് കയ്യിലുണ്ടായിരിക്കണം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഫസ്റ്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇത് സെപ്പറേറ്റ് ഒരു ബാങ്കിൽ മാറ്റിവെക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവരും ഇൻഷുറൻസ് കൃത്യമായിട്ട് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടാവും. മെഡിക്കൽ ഇൻഷുറൻസ് പക്ഷെ എന്നാലും നിങ്ങൾ പുറത്ത് ഒരു ഇൻഷുറൻസ് എടുത്ത് വെക്കുക. മിനിമം 1 കോടി രൂപയെങ്കിലുള്ളൂ, അല്ലെങ്കിൽ 25 lakh ഉള്ളൂ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷനോ മറ്റും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എക്സ്പെൻസ് ആ ഇൻഷുറൻസ് കമ്പനി മീറ്റ് ചെയ്യണം. അതേമാതിരി നിങ്ങൾക്ക് വല്ല ഡിപ്പെൻഡൻസ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കണം. ടേം ഇൻഷുറൻസ് വെച്ചാൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയാണോ ഇൻഷുറൻസ് എടുത്തേക്കണം ആ ബൾക്ക് പൈസ നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടണം. സോ വെദർ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് ആ വീടിന് എന്ത് വേണം ആ പൈസ അവർക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് എ ബെസ്റ്റ് തിങ്. ഓക്കെ, കമ്പനിയിലുണ്ടെങ്കിലും വേറെ വേണം വൈശാഖ്. കാരണം വെച്ചാൽ നിങ്ങൾ കമ്പനി എന്നും വിടാം. ഇപ്പൊ നിങ്ങൾ കമ്പനി ജോലി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഇൻഷുറൻസ് നിങ്ങൾക്ക് നിലവിൽ കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇൻഷുറൻസ് വേണം. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു കമ്പനി റിലയൻസിൽ ജോലി കയറി, നിങ്ങൾക്ക് അവർ ഒരു 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തന്നു. നിങ്ങൾ റിലയൻസിൽ നിന്ന് ഇന്ത്യൻ ഓയിലിലേക്ക് ജോലി കിട്ടി. ഒരാഴ്ചയുണ്ട് റിലയൻസിൽ നിന്ന് ഇന്ത്യൻ ഓയിലിലേക്ക് മാറാനായിട്ട്. ആ ഒരാഴ്ചക്കിടയിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലൈസേഷൻ വന്നു. ആര് അത് മീറ്റ് ചെയ്യും? സോ യു ഷുഡ് ഹാവ് എൻ ഇൻഡിപെൻഡന്റ് മെഡിക്കൽ ഇൻഷുറൻസ്. മനസ്സിലായോ? ഓക്കെ, ഇതേമാതിരി തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ
നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ നമുക്കൊരു ലോൺ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ വീട്ടുകാരുടെ ബാധ്യതയാവാൻ പാടില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ പാരന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആ പാരന്റ്സിന് ജീവിക്കാനായിട്ട് മാസ ചെലവ് ഒരു 50,000 രൂപയാണെന്ന് വിചാരിക്കുക. അവർക്ക് ഇപ്പോഴത്തെ വയസ്സ് ഒരു 60 വയസ്സാണെന്ന് വിചാരിക്കുക. അവരൊരു 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന വിചാരിക്കുക. അപ്പൊ 20 വർഷം 50,000 രൂപ വെച്ചിട്ട് അവർക്ക് ജീവിക്കാൻ വേണം. എന്ന് വെച്ചാൽ 20 വർഷം ഇൻറ്റു 50,000 പെർ മന്ത് ഇസിക്കൽ 1,20,00,000 രൂപ. അതിനുള്ള ടൈം ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഈ പൈസ നിങ്ങളുടെ വീട്ടുകാർ കിട്ടിയിരിക്കണം. സോ അവർക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും അവർക്ക് ജീവിക്കാനുള്ള ഇത് പറ്റും. ഇതൊക്കെ ഞാനൊരു ബേസിക് ആയിട്ട് പറയുന്നുള്ളൂ. ഇനി ഈ ഇൻഷുറൻസും എമർജൻസി ഫണ്ടും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇൻവെസ്റ്റ് ബേസ്ഡ് ഓൺ ഗോൾ. സോ നിങ്ങൾക്കിപ്പോ ഒരു 1,00,000 രൂപ ശമ്പളമുണ്ട്, നിങ്ങളുടെ ജീവിത ചെലവിന് 50,000 രൂപയാണ്, ബാക്കി 50,000 രൂപ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കണം, ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള പൈസ കീപ് ഇൻവെസ്റ്റിംഗ്. സോ വെൻ യു ഇൻവെസ്റ്റ്, നിങ്ങൾ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വേൾഡ് ടൂർ പോകണം ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു വേൾഡ് ടൂർ പോകണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് ചിലവ് വരും? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാറ് വാങ്ങണം ആഗ്രഹം, എത്ര രൂപ ചിലവ് വരും? അതെല്ലാവരും ചിലപ്പോൾ 1 വർഷം 2 വർഷത്തിനുള്ളിൽ സാധിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. ആ പൈസകൾ എപ്പോഴും നിങ്ങൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ആ പൈസയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഇല്ലാത്തതിന്റെ പേരിൽ ആ പൈസ താഴെ പോയില്ല. പൈസ കാരണം 1 വർഷം 2 വർഷമൊക്കെ നമ്മൾ സേഫ് ആയിട്ടിരുന്നുള്ളൂ. അതിന് കൊല്ലത്തിൽ ഏകദേശം ഒരു 6% റിട്ടേൺ ഉള്ള രീതിയിൽ കിട്ടും. അപ്പൊ എന്തൊക്കെയാണ് നിയർ ടൈം, ഒരു 3 വർഷത്തിന് താഴെയുള്ള ഗോളുകൾ എന്ന് മനസ്സിലാക്കാം. എനിക്ക് 3 വർഷം കഴിഞ്ഞാൽ എന്തൊക്കെ കാശ് ആവശ്യമുണ്ട്? എനിക്കൊരു കാറ് വാങ്ങണം, എനിക്കൊരു റോയൽ എൻഫീൽഡ് വാങ്ങണം, എനിക്കൊരു വേൾഡ് ടൂർ പോകണം. ഇതിനെല്ലാത്തിന്റെ ഞാൻ ഈ പറഞ്ഞത് എല്ലാവരും എഴുതണം. നിങ്ങളുടെ ഒരു ബുക്കിൽ ഞാൻ ഈ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും എഴുതണം. എനിക്ക് 3 വർഷത്തിനുള്ള എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എനിക്ക് ജോലി കിട്ടി 3 വർഷത്തിനുള്ള എന്തൊക്കെ ചെയ്യണം? എനിക്ക് ബൈക്ക് വാങ്ങണം. സ്റ്റാർട്ട് റൈറ്റിംഗ് ഇറ്റ്. സോ നിങ്ങൾ എഴുതും തോറും നിങ്ങളുടെ മനസ്സിൽ അത് പതിയാൻ തുടങ്ങും. നിങ്ങൾക്ക് മനസ്സിലാവും ഇതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഒരു റോയൽ എൻഫീൽഡ് വാങ്ങണം സ്വന്തമായിട്ട് കാശിന്, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം, ഒരു വേൾഡ് ടൂർ പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപ ശമ്പളമുള്ള ജോലി കിട്ടിയേ പറ്റൂ. ഈ 1,00,000 രൂപ ശമ്പളമുള്ള ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10,00,000 രൂപ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഈ കഴിവുണ്ടാവണമെങ്കിൽ വൃത്തിയായിട്ട് പഠിക്കണം. ഈ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റിൽ ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് 1,00,000 രൂപ ശമ്പളം കിട്ടും. ഈ 1,00,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഈ പറഞ്ഞ 50,000 രൂപ വെച്ചിട്ട് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റും. ഇതല്ലെങ്കിൽ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തിനാ ജോലി കിട്ടുന്നത്. എവിടെയെങ്കിലും കിട്ടിയാൽ കിട്ടും. അപ്പൊ നിങ്ങൾ നൗക്കരിയിൽ പോയിട്ട് എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും കോൾ സെന്ററിൽ 10,000 രൂപ കിട്ടുന്ന ജോലി കിട്ടും, നിങ്ങൾ അവിടെ ഇരിക്കും. ബട്ട് സ്റ്റാർട്ട് ഡ്രീമിങ് ബിഗ്, സ്റ്റാർട്ട് ഡ്രീമിങ് വെരി, എന്താ പറയുക, ഭയങ്കരമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങി. കാരണം പൈസ ഉണ്ടാക്കുന്നത് യു ഷുഡ് നോ ദ റീസൺ വൈ. എല്ലാവരും പറഞ്ഞ ഹൗ എന്നാ ചിന്തിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് 1 കോടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയായിരിക്കും. കാരണം വെച്ചാൽ ഹൗ ഐ വിൽ മേക്ക് മണി, ബിക്കോസ് ഇപ്പൊ എനിക്ക് ജോലിയില്ല. ഹൗ ഈ ഹൗ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ ഇത്രയും നാളും 20 വർഷം ജീവിച്ചു, 10 പൈസ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല ഇത്രയും നാൾ ഞാൻ സമ്പാദിക്കാത്ത ആൾക്ക് എനിക്ക് എങ്ങനെ സമ്പാദിക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ ചിന്ത. പക്ഷെ നിങ്ങൾ അതിന് പകരം വൈ നായിക്കാൻ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഗുണം എന്നറിയോ? ഇത് കിട്ടിയേ പറ്റൂ. ഇപ്പൊ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയെ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട് ആ കുട്ടീനെ പോയിട്ട് വർത്തമാനം പറയാനായിട്ട് യു നോ വൈ യു വാണ്ട് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ഗേൾ. ഈ ഒരു പെൺകുട്ടി എന്താണ് നിങ്ങൾ തന്നെ അതിനുള്ള റീസൺ കണ്ടെത്തൂലേ? ഹൗ എന്നാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കുട്ടിയുടെ അടുത്ത് പോയിട്ട് വർത്തമാനം പറയുമോ? ഈ സെയിം സാധനം തന്നെ പൈസയും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യം പറഞ്ഞത്. ദെൻ നൗ വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട് ഈസ് എങ്ങനെ നമ്മൾ സേവ് ചെയ്യാൻ തുടങ്ങാന്നുള്ളത്. ആദ്യം തന്നെ ഇപ്പൊ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഈ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ട്, SIP എന്ന് പറഞ്ഞിട്ട്. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു ടേക്ക് ദിസ് ഡിസിഷൻ. എത്ര പേര് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കേട്ടിട്ടുണ്ട്? SIP. ഓക്കെ, എല്ലാവരും തലമെടുക്കന്മാരുള്ള ഹരി, എബിൻ, എൽബിൻ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമുക്ക് മാസം ഒരു നിശ്ചിത തുക നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് കൊണ്ടുപോയി നിക്ഷേപിക്കാനുള്ള ഒരു സംവിധാനമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് വാങ്ങുന്ന പോക്കറ്റ് മണി ഒരു 500 രൂപ കൂടി കൂട്ടി വാങ്ങാൻ പഠിക്കണം. എന്നിട്ട് എല്ലാ മാസവും 500 രൂപ നമ്മൾ ഈ പറഞ്ഞ SIP കൂടെ നിക്ഷേപിക്കാൻ ഇപ്പോഴേ പഠിക്കണം. അപ്പോൾ മോർ ദാൻ ദാറ്റ് നിങ്ങൾ ഇപ്പൊ ഇനി പറഞ്ഞ പോലെ നമുക്ക് ഇനി എത്ര രൂപ കിട്ടി കഴിഞ്ഞാൽ 10% സേവ് ചെയ്തിട്ടേ ബാക്കി നമ്മൾ സിനിമയ്ക്ക് അടിച്ചു പൊളിക്കുക എല്ലാത്തിനും പോകാൻ പോകണുള്ളൂ. അപ്പൊ ആ പൈസയും കൂടി എടുത്തിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 500 1000 ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് അടച്ച് SIP തുടങ്ങാൻ തുടങ്ങണം. പോക്കറ്റ് മണിന്ന് മിനിമം 10% നിങ്ങൾ സേവ് ചെയ്യാൻ പഠിച്ചിരിക്കണം.
ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇത് കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ 10% പോകേണ്ടത് നിങ്ങൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്. ഇപ്പൊ ഗൂഗിളിൽ ചെയ്താൽ മതി, ഇൻഡെക്സ് ഫണ്ട്. അത് ഓരോരോ കമ്പനിക്ക് ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്. അതിൽ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. എല്ലാ മാസവും ഒരു നിശ്ചിത തുക 500, 1000 എത്രയാണ് നിങ്ങളുടെ പോക്കറ്റ് മണി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുന്നത്. അത് നിർബന്ധമായിട്ടും നിങ്ങളുടെ പേരിൽ നിങ്ങൾ നിക്ഷേപിക്കാനായിട്ട് പഠിക്കാം. ഇത് ഈവൻ 10% നിക്ഷേപിച്ചിട്ട് ഈ 1000 രൂപ കൂടുതൽ വരെയാണെന്നുണ്ടെങ്കിൽ അത് ഒരു 6 മാസം കഴിഞ്ഞിരിക്കുമ്പോൾ 50 രൂപ പറ്റില്ല വൈശാഖ്. ഓക്കെ, 50 രൂപ പറ്റില്ല. ഐ തിങ്ക് മിനിമം ഇസ് 500 റുപ്പീസ്. ഓക്കെ, മിനിമം ഇസ് 500 റുപ്പീസ്. അപ്പോ വൈശാഖ്, ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ ചോദിച്ച ചോദ്യം. ഫസ്റ്റ് തന്നെ ഡിസൈഡ് ദാറ്റ് എനിക്ക് 500 രൂപ ഞാൻ മാസം നിക്ഷേപിച്ചിരിക്കുന്നുള്ളത്. ആ തീരുമാനം മാത്രം മതി. യു വിൽ ഏബിൾ ടു മേക്ക് 500 റുപ്പീസ്. ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന പിള്ളേരല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ ഫ്രീലാൻസർ, അതേമാതിരി ഫൈവർ, അങ്ങനത്തെ കുറെ സൈറ്റുകളുണ്ട്. ഇതിൽ പോയിട്ട് നിങ്ങൾ മെമ്പേഴ്സ് ആവും. എന്നിട്ട് അതിൽ കുറെ ഫ്രീലാൻസ് പ്രൊജക്റ്റുകൾ കിട്ടും. ആ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്തിട്ട് നിങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ നിങ്ങൾക്ക് സൈഡായിട്ട് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളുടെ സ്കില്ലും കൂടും. പിന്നെ നിങ്ങളും പഠിക്കും എങ്ങനെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഞാൻ ഈ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സ്റ്റോക്ക് ട്രേഡിംഗ്, മൈ ഡിയർ ഫ്രണ്ട്സ്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് സ്റ്റോക്ക് ട്രേഡിംഗ്. ഞാനൊരു സ്റ്റോക്ക് ബ്രോക്കറാണ്. പക്ഷെ നിങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ നിങ്ങൾ അപ്സ്റ്റോക്ക്, സെറോദ, 5 പൈസ ഇതൊന്നും തുടങ്ങാൻ നിൽക്കരുത്. കാരണം എന്താ പറയുക, ഇത് തുടങ്ങാതെ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഈ കിട്ടുന്ന പൈസ കൊണ്ടുപോയിട്ട് അതിലിടും, പൈസ പോകും. പിന്നെ അവസാനം നിങ്ങൾ പിന്നെ ഞങ്ങളെ പോലത്തെ കുറെ എണ്ണത്തിന്റെ വീഡിയോ കാണും, എന്നിട്ട് കുറെ പൈസ അവിടെ ഇവിടെയും കൊണ്ട്. അതൊന്നും ചെയ്യരുത്. അതൊക്കെ ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയോ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ടാവും വെൻ യു ബിക്കം എക്സ്പേർട്സ്. ഇത് ഞാൻ ഈ പറയണമെന്ന് വെച്ചാൽ 500 രൂപ കൊണ്ടുപോയിട്ട് ഇൻഡെക്സ് ഫണ്ടിൽ ഇട്ട് വെക്കുക, അത്രേ ഉള്ളൂ. കാരണം ഈ അനിൽക്കുട്ടനൊക്കെ ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ കയ്യിലുള്ള പൈസ മൊത്തം തീരും. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഗാംബ്ലിംഗ് ഹിയർ, ഐ എം ടോക്കിംഗ് അബൌട്ട് പ്രോപ്പർ ഇൻവെസ്റ്റിംഗ്. ഓക്കെ, ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പൈസ കൃത്യമായിട്ട് കാരണം നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാൽ ബ്യൂട്ടി എന്താണെന്നറിയോ, 500 രൂപ വെച്ചിട്ട് എല്ലാ മാസത്തും കഴിഞ്ഞാൽ 6000 രൂപ ഇൻവെസ്റ്റഡ് ആയി. ജസ്റ്റ് ഇമാജിൻ 6000 റുപ്പീസ് ഇൻ യുവർ ഹാൻഡ്. ഇവൻ ഓരോ വർഷം കഴിയുമ്പോഴും അടുത്ത വർഷം 12,000, അതിന്റെ ഇൻട്രസ്റ്റ്, അതിന്റെ പ്രോഫിറ്റ്, ഇതെല്ലാരും കൂടി കൂടുമ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു 10,000-50,000 രൂപ വെറുതെ കയ്യിലിരിക്കണം. പിന്നെ നിങ്ങൾ ഈ പൈസനെ പറ്റിയിട്ട് നിങ്ങൾ ഒത്തിരി മെച്യൂർഡ് ആവും. കാരണം ഇപ്പൊ നിങ്ങൾ 0 പൈസ വെച്ചിട്ടാണ് നിങ്ങൾ കളിക്കുന്നത്. പക്ഷെ ജസ്റ്റ് ഇമാജിൻ 50,000 റുപ്പീസ് ഇൻ യുവർ ഹാൻഡ്. ലുക്ക് അറ്റ് ദ കോൺഫിഡൻസ് യു ഹാവ്. And when you get a job, you are getting a job for 5,000 rupees or 50,000 rupees. And ആ ടൈമിലും നിങ്ങൾ പൈസനെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിതമായിട്ട് ജീവിക്കാൻ പഠിക്കും. 10,000 15,000 ജീവിക്കാൻ പഠിക്കും. ബാക്കിയുള്ള പൈസ നിങ്ങൾ സേവ് ചെയ്യാൻ പഠിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് യു നീഡ് ടു ഡു. ഇനി ഈ കൂട്ടത്തിൽ ആരെങ്കിലും സ്റ്റുഡന്റ് ലോൺ ഉണ്ടോ? സ്റ്റുഡന്റ് ലോൺ എടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്റ്റുഡന്റ് ലോൺ എടുത്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് എത്രയാണോ ഇൻട്രസ്റ്റ് വരുന്നത് അത് ഇപ്പോഴേ അടച്ചുകൊണ്ടിരിക്കുക. കാരണം ഇപ്പൊ ചില ആൾക്കാർ സ്റ്റുഡൻസ് ലോൺ എടുത്തിട്ട് ഇൻട്രസ്റ്റ് അടയ്ക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 4 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പോയിട്ട് അടയ്ക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഇത്രയും നാളത്തെ ഇൻട്രസ്റ്റ് ഇങ്ങനെ അക്യൂമുലേറ്റ് വലിയ പൈസ ആയിട്ടുണ്ടാവും. നിങ്ങൾ എടുത്തേക്കണ 5 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ. പക്ഷെ 4 വർഷത്തെ ആ പലിശ വരുമ്പോൾ ഭയങ്കര വലിയ പൈസ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ വലിയൊരു ബർഡൻ തലയിലിരിക്കും, ഇത്ര സ്റ്റുഡൻസ് ലോൺ എന്ന് പറയുന്നത്. അതിന് പകരം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രയാണോ ഇൻട്രസ്റ്റ് വരുന്നത് അത് ഇപ്പോഴേ എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുക. ഇവൻ അറ്റ്ലീസ്റ്റ് ആസ്ക് യുവർ പേരൻസ് അത്രയും രൂപയ്ക്ക് എനിക്ക് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ എത്ര രൂപയാണ് എടുക്കുന്നത് അത് ക്യാപിറ്റൽ പ്ലസ് ഇൻട്രസ്റ്റ് അടയ്ക്കേണ്ടി വരും. അതിനുള്ള കാരണം അത് നിങ്ങളുടെ ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു ബർഡൻ ആയിട്ട് വരും. ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇതോടൊപ്പം തന്നെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഈ പ്രായത്തിൽ ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഇപ്പോഴത്തെ പഠിപ്പും ഇതെല്ലാവരും കൂടിയായിട്ട് നിങ്ങൾക്ക് എന്ത് പാർട്ട് ടൈം ജോലിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഐഡന്റിഫൈ യുവർ സെൽഫ്. നിങ്ങളുടെ പഠനത്തെ ശല്യം ചെയ്യാതെ എന്ത് പാർട്ട് ടൈം ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കില്ല് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് കണ്ടെത്താം. ഈവൻ ആ സ്കില്ല് നിങ്ങൾക്ക് ഇനി ജോലി കിട്ടുന്ന ടൈമിൽ ആ സ്കില്ല് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവണം. നിങ്ങളിപ്പോൾ പഠിക്കുന്ന സ്കില്ല് നിങ്ങളുടെ ഏതെങ്കിലും കാര്യങ്ങൾ പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ല് എത്തിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമായിരിക്കും. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കാം.
ഇപ്പൊ പറ്റുന്നുണ്ടെങ്കിൽ ട്യൂഷൻ എടുക്കാൻ പറ്റുന്നെങ്കിൽ അത് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഒത്തിരി ഈ കോഡിങ് പഠിപ്പിക്കുന്ന കുറെ ജൂനിയർ ഹാറ്റ് ജൂനിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കോഴ്സുകളുണ്ട്. ഇതിലൊക്കെ നിങ്ങൾ ട്യൂട്ടർ ആവാൻ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ പഠിപ്പിക്കുക. അങ്ങനെയൊക്കെ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യം തന്നെ നിങ്ങൾക്ക് ഒന്നും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനും പറ്റും, അതോടൊപ്പം ഏൺ ചെയ്യാനും പറ്റും. ഇതും കൂടിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ യു വിൽ ബിക്കം മാസ്റ്റേഴ്സ്. അപ്പൊ ഇതെല്ലാനും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ പഠിക്കുന്ന കാലത്ത് സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇൻകം ഉണ്ടാക്കാനും അതിൽ നിന്ന് സേവ് ചെയ്യാനും അതിൽ നിന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഒരു പ്ലേസ്മെന്റ് കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഒരു 2-3 മാസത്തെ ശമ്പളത്തിന്റെ പൈസയാണ് നിങ്ങളുടെ ബാങ്കിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഇവൻ ഈ ടൈമിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഡോണ്ട് ഗെറ്റ് ഇൻ ടു ട്രേഡിംഗ്. കാരണം ഈ സമയം ട്രേഡിങ്ങിന് പറ്റിയ സമയമല്ല. ട്രേഡിങ്ങിന് പറ്റി കാരണം വെച്ചാൽ ട്രേഡിംഗ് ഇഫ് യു ആർ ഡൂയിങ് യു വിൽ ഡു ഓൺലി ഒരു ബേസിക് ലെവലും വേണ്ട വിഷ്ണു. കാരണം ട്രേഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രാന്താവും, പിന്നെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോവും, പൈസ പോണ ടൈമിൽ നിങ്ങൾക്ക് വിഷമാവും, നിങ്ങളുടെ പഠിപ്പിനെ ബാധിക്കും. ആൻഡ് ഇൻവെസ്റ്റിംഗ് മീൻസ് ഇറ്റ്സ് നോട്ട് എ പ്ലേസ് വെയർ നിങ്ങളുടെ തല പുണ്ണാക്കരുത്. പൈസ എടുത്തു വെച്ചാൽ മാറ്റി വെച്ചാൽ മിണ്ടാണ്ടിരിക്കണം. കാരണം ദാറ്റ് ഷുഡ് ഗിവ് യു പീസ് ഓഫ് മൈൻഡ്. ഇപ്പൊ നേരത്തെ അൻവർ പറഞ്ഞില്ലേ, ഇറ്റ്സ് നോട്ട് എ വേസ്റ്റ് ഓഫ് ടൈം, ഇറ്റ് ഷുഡ് ബി ലോങ് ടൈം. അങ്ങനെയൊക്കെ പറയാം. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ലോങ് ടൈം. മൈ പോയിന്റ് ഈസ് ദാറ്റ് you should have that proud feeling, you should have that safety feeling that you have money. ഇപ്പൊ നമ്മുടെ അടുത്ത് 1000 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ 1000 രൂപ വെച്ച് ടെൻഷൻ അടിക്കരുത്. കാരണം ഇപ്പൊ നിങ്ങൾ 1000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പിറ്റേ ദിവസം ടെൻഷനാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്റെ പൈസ തീരുവോ, അല്ലെങ്കിൽ എന്റെ പൈസ കുറയോ, എന്റെ പൈസ കൂടുവോ, അങ്ങനത്തെ ടെൻഷൻ അടിക്കരുത്. കാരണം ദിസ് ഈസ് എ ടൈം യു ഷുഡ് ഇൻവെസ്റ്റ് ഫോർ ലേണിംഗ്. യു ഷുഡ് ഇൻവെസ്റ്റ് ടൈം ഫോർ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് 10 ഇരട്ടി വാല്യൂ നിങ്ങളുടെ ഹയർ ചെയ്യുന്ന ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇന്റർവ്യൂവിന് നിങ്ങൾ പ്ലേസ്മെന്റിനൊക്കെ പോണ ടൈമിൽ 4 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ പോണ ടൈമിൽ സാലറിനെ പറ്റി ചോദിക്കരുത്. നിങ്ങൾ ഇത്രേ പറയണം, ഞാൻ നിങ്ങളുടെ കമ്പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് തരാം എന്റെ 10 ടൈംസ് ഞാൻ ഉണ്ടാക്കി തരാം. അതിനുവേണ്ടി നിങ്ങൾ പറ എനിക്ക് എത്ര ശമ്പളം തരുന്നുള്ളത്. ദാറ്റ് ഷുഡ് ബി യുവർ ആൻസർ. ഇപ്പൊ എന്റെ അടുത്ത് ഇന്റർവ്യൂവിന് വരുമ്പോൾ പല പിള്ളേരും എന്നോട് ചോദിക്കാൻ എത്ര ശമ്പളം കിട്ടും. ഞാൻ അപ്പൊ അവരോട് ചോദിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു 1 ലക്ഷം രൂപ തരാം, എനിക്ക് 10 ലക്ഷം രൂപ തിരിച്ചു തരുമെന്ന്. എന്നിട്ട് ഞാൻ അപ്പൊ പണ്ട് ഞാൻ ബോംബെയിലൊക്കെ ഇരുന്ന ടൈമിൽ ഒത്തിരി ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നു. അപ്പൊ ഞാൻ ഇവരോട് എല്ലാവരോടും പറയും 3 മാസം ഞാൻ ശമ്പളം തരും, പക്ഷെ 3ാമത്തെ മാസം തൊട്ട് നിങ്ങൾ വരുന്ന നിങ്ങളുടെ ഇൻകം 3 ടൈംസ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ശമ്പളം കട്ട് ചെയ്യും, പിന്നെ നിങ്ങൾ അത്രയും നാൾ ശമ്പളം തന്നത് എനിക്ക് തിരിച്ചും തരണം. അങ്ങനെ ഒരു കോൺട്രാക്ട് വെച്ചിട്ട് ജോലിക്ക് എടുക്കാൻ പറ്റുമെന്ന്. ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് ഇതുവരെ ഒരാൾ പോലും തിരിച്ചു വന്നിട്ടില്ല. എനിക്ക് എന്നോട് അവസാന ടൈമിൽ ശമ്പളത്തെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, 3 മാസം ഞാൻ ശമ്പളം തരും, ഈ 3ാമത്തെ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ 3 ഇരട്ടി ഇൻകം എനിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ മാസം തൊട്ട് ശമ്പളം ഉണ്ടാവില്ല, ഈ 3 മാസം തന്ന ശമ്പളം എനിക്ക് തിരിച്ചു തരണം. ഇസ് ഇറ്റ് ഓക്കെ? എത്ര പേര് കോൺഫിഡന്റ് ഉണ്ട് വന്നോളാൻ പറയും. എന്നിട്ട് അവരോട് പറയും ശമ്പളം നിങ്ങൾ തന്നെ നിശ്ചയിച്ചോ. ഇപ്പൊ ശമ്പളം നിങ്ങൾ പറഞ്ഞ 1 ലക്ഷം വേണമെങ്കിൽ ഞാൻ 1 ലക്ഷം തരും. ഇതുവരെ ആർക്കും അതിന് ധൈര്യം വന്നിട്ടില്ല. ഇത് കേട്ടിരിക്കുന്ന 99 പേർക്കും ഐ വാണ്ട് യു ടു ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. നാളെ ആൾക്കാരോട് പറഞ്ഞ ഞാൻ നിങ്ങൾക്ക് തരാൻ നമ്മളെ 10 ഇരട്ടിയാണ്, എനിക്ക് എത്ര ശമ്പളം തരാൻ പറ്റും നിങ്ങൾ പറയും. ഈ 10 ഇരട്ടിയാന്ന് ഡയലോഗ് അടിച്ചാൽ പോരാ, ആ 10 ഇരട്ടി കൊടുക്കാനുള്ള കഴിവുണ്ടാവണം. ഓക്കെ, ആ കഴിവുണ്ടാവണം, നിങ്ങൾക്ക് വിവരം ഉണ്ടാവണം, നന്നായിട്ട് പഠിക്കണം. ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് യുവർ മാർക്ക് വാങ്ങുന്നതിനെ പറ്റിയിട്ടൊന്നുമല്ല, യുവർ എബിലിറ്റി ടു ഗെറ്റ് ദ വർക്ക് ഡൺ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി ഇവന്റുകൾ ഓർഗനൈസ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി കൊളാബറേറ്റീവ് വർക്ക് ചെയ്യണം, വലിയ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യണം, ഇതോടൊപ്പം ജോലി സാധ്യതയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ല് കൂടും. ആൻഡ് ഡോണ്ട് ഈവൻ തിങ്ക് അബൌട്ട് ഈ പറഞ്ഞ ഗോയിങ് ഫോർ ജോബ് ഇറ്റ് സെൽഫ്. ഡു സ്റ്റാർട്ടപ്സ്, സ്റ്റാർട്ട് ബിസിനസ് വിത്ത് ഫ്രണ്ട്സ്. നിങ്ങൾ ഒരു 2-3 നല്ല ഫ്രണ്ട്സ് കൂടി കോമൺ ഐഡിയാസ് ഉള്ളവരായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഐഡിയ ആയിട്ട് നിങ്ങൾ ഇപ്പോഴേ ചെയ്തു തുടങ്ങുക. അന്ന് നിങ്ങൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫ്രീലാൻസ് പറഞ്ഞിട്ട് അതൊക്കെ നിങ്ങളൊരു 4 ഗ്രൂപ്പായിട്ട് നിങ്ങൾ ചെയ്യും. ഫ്രീലാൻസിലൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ മിടുക്കന്മാരായിട്ട് വളരും. അപ്പൊ ഹൗ ടു സ്റ്റാർട്ട് സിപ്പ് ഇത് എന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിൾ ആണ്. അതൊക്കെ എന്താ പറയാ, ഒരു ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഇപ്പൊ ഗ്രോ ആപ്പ് എന്നൊക്കെ പറഞ്ഞ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്, അതിൽ പോയിട്ട് നിങ്ങൾ SIP തുറക്കണം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഈവൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഗൂഗിളിൽ ചെയ്താൽ മതി. ഇത് ഞാൻ അതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു 5-10 മിനിറ്റ് സംസാരിക്കേണ്ടി വരും, അതിന്റെ പേരിലാണ്.
അല്ല, സി ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു ബാങ്കിൽ പൈസ ഇടണം, ഫിക്സഡ് കാലത്തേക്ക് ഇടണം, അതിൽ നിന്ന് 4%, 5% റിട്ടേൺ കിട്ടുള്ളൂ. മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ കുറച്ചുകൂടി പൈസ റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതിന് ലോക്ക് ഇൻ പീരീഡ് ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് ഗുഡ്. ഞാൻ നിങ്ങളോട് എല്ലാവരും ഫസ്റ്റ് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ റിസ്ക് ഉണ്ട്. സോ നൗ ഐ തിങ്ക് ഐ ഹാവ് ഡൺ വിത്ത് എവറിഥിങ്. സോ വാട്ട് ഐ ട്രൈ ടു സ്പീക്ക് വാസ് ദാറ്റ് നമ്മൾ പൈസ ഉണ്ടാക്കുന്ന ടൈമിൽ ഫസ്റ്റ് തന്നെ യു ഷുഡ് മേക്ക് മണി. ഇഫ് യു want to make money, you should able to create value to the organization you are going to work. And if you're getting money, you should able to manage that money. Expenses കുറയ്ക്കുക, നമ്മുടെ സേവിങ്സ് കൂട്ടുക, അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുക, അത് വെച്ചിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇൻകം വരുന്നതിന് എക്സ്പെൻസ് കുറച്ച് സേവിങ്സ് കൂട്ടുക, ഇൻഷുറൻസും പിന്നെ ഗോൾഡ് വെച്ചിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതേമാതിരി എമർജൻസി ഫണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കുക. പിന്നെ ഇപ്പൊ പോക്കറ്റ് മണി ആണെങ്കിലും മിനിമം 500 രൂപ നിങ്ങൾ ഒരു SIP ആയിട്ട് സേവ് ചെയ്യാനായിട്ട് പറ്റുക. ആ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടാണ് ഉദ്ദേശിച്ചത്, അതിൽ ചെയ്താൽ മതി. കാരണം പിന്നെ വെൻ യു ലേൺ ഇറ്റ് യു സ്റ്റാർട്ട് ഡൂയിങ് മെനി തിങ്സ്. ആൻഡ് ഇതിനെ പറ്റിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്റെ മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള യൂട്യൂബ് ചാനൽ ഉണ്ട്, മണി ടോക്സ് വിത്ത് നിഖിൽ. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ജസ്റ്റ് നോക്കട്ടെ ഇനി എത്ര പേര് ഇസ് ദർ എനി സബ്സ്ക്രൈബേഴ്സ് ഫോർ മീ ദാറ്റ് മണി ടോക്സ് വിത്ത് നിഖിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഓക്കെ, ഓക്കെ, ഹരിശങ്കർ താങ്ക് യു. ഓക്കെ, വൈശാഖ് താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മളൊക്കെ മുന്നേ അറിയുന്ന ആൾക്കാരാണല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പൊ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇൻ കേസ് ഇപ്പൊ ഈ ഹൗ ടു സ്റ്റാർട്ട് മ്യൂച്വൽ ഫണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു കോൾ ദം ദേ വിൽ ടെൽ യു ഹൗ ടു ഡു ഇറ്റ്. ആൻഡ് ഇവൻ ഞങ്ങളുടെ കമ്പനിയിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. സോ നമ്മളാണെന്നുണ്ടെങ്കിൽ വേറെ ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ സോ ഐ തിങ്ക് യു ക്യാൻ കോൾ അസ് ഓൾസോ, ദേ വിൽ അഡ്വൈസ് യു ഹൗ ടു ഡു ഇറ്റ്. അപ്പൊ ഇതാണ്. പിന്നെ എന്നാണ് ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നുള്ളതല്ല, ഇന്നും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ബിക്കോസ് യു ആർ ഏർണിംഗ് മണി ത്രൂ പോക്കറ്റ് മണി. അപ്പൊ സേവിങ് ഇറ്റ്സ് നോട്ട് അബൌട്ട് എബിലിറ്റി, ഇറ്റ്സ് അബൌട്ട് ഹാബിറ്റ്. അപ്പൊ നിങ്ങൾ പഠിക്കുക, എനിക്ക് 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 1 രൂപ ഞാൻ സമ്പാദിച്ചിട്ട് സേവ് ചെയ്തിട്ട് സ്പെൻഡ് ചെയ്യുള്ളൂ എന്നുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ 10,000 രൂപയെങ്കിലും സേവ് ചെയ്യാണ്ട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഹാബിറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ 1,10,000 രൂപയ്ക്ക് നിങ്ങൾ ചിലവാക്കും. എന്നിട്ട് അടുത്ത മാസം നിങ്ങൾ 10,000 രൂപ കടം വീട്ടാനായിട്ട് നിങ്ങൾ ഇരിക്കും. അപ്പൊ സോ ഇത് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ നൗ ഐ ഓപ്പൺ ദിസ് ഫോർ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. സോ പ്ലീസ് ആസ്ക് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻ. ഐ ക്യാൻ. ഓക്കെ, താങ്ക് യു. Thanks for subscribing, Ramesh. So far we have discussed about money matters, and I want more questions to come, and if you can unmute and ask question, or in the sir, is it possible to achieve Anil Kuttan? Definitely possible. Ipo ningal adu plan cheyanannenga financial freedom 35 vayasile easy. Ipo etra vayasayi thanku Anil Kuttan vayasu etrayi? 18. അടിപൊളി. ഇപ്പോഴേ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളൊരു കൂട്ടൊക്കെ കൂടിയിട്ട് നിങ്ങൾ ഒരു പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഹാറ്റ് ജൂനിയർ ഈസ് എ റൈറ്റ് പ്ലേസ്. ഐ തിങ്ക് നിങ്ങൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് അല്ലേ, നിങ്ങൾക്ക് അവിടെ കോഡിംഗ് പഠിപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾക്ക് പൈസ സമ്പാദിക്കാനും ഫിനാൻഷ്യൽ ഫ്രീഡം ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും 35-ാമത്തെ വയസ്സിൽ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്താലും യു സ്റ്റാർട്ട് കണ്ടിന്യൂയിങ് ദ വർക്ക്. ക്രിപ്റ്റോ കറൻസി, ഷെയർ മാർക്കറ്റ്, വിച്ച് വൺ ഈസ് ബെറ്റർ? ഷെയർ മാർക്കറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. ഓക്കെ, PDF എന്താണ്? PPF എന്താ? PPF എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അത് നിങ്ങൾക്ക് ജോലിയെ കിട്ടുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു നിക്ഷേപ സ്കീമാണ്. അത് വളരെ സേഫ് ആണ്. അത് ഇറ്റ്സ് ഗുഡ്. അത് നിങ്ങൾ ജോലി കിട്ടിയിട്ട് നിങ്ങൾ ചെയ്യാവുന്ന ഒരു ഇതാണ്. സിപ്പ് എന്താണെന്ന് പറയുമോ? സിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വേ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ മന്ത്ലി നമ്മുടെ ബാങ്കിൽ നിന്ന് ഓട്ടോമാറ്റിക് നമ്മൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പൈസ കളക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് സ്കീമിലാണോ ഉദ്ദേശിക്കുന്നത് അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇപ്പൊ ഞാനൊക്കെ ജോലി കിട്ടിയാന്ന് തുടങ്ങിയിട്ട് SIP നിക്ഷേപിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് എല്ലാ മാസവും പോയിട്ട് ഞാൻ ബാങ്കിൽ ചെക്ക് എഴുതി കൊടുത്തിട്ട് നിക്ഷേപിക്കണമെങ്കിൽ ഞാൻ മറന്നുപോയിട്ടുണ്ടാവും. അതിന് പകരം നമ്മളൊരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കണം. അപ്പൊ എല്ലാ മാസവും എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യണത് ആ പൈസ ഓട്ടോമാറ്റിക്കലി ഡിഡക്ട് ചെയ്യും കൊണ്ട് ഏത് ഫണ്ടിലാണെന്ന് വെച്ചാൽ നിക്ഷേപിക്കുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് വൺ ഗുഡ് വേ ഓഫ് ഇൻവെസ്റ്റിംഗ്. ഓക്കെ, ഇനി എന്താണ് ക്വസ്റ്റ്യൻ ഉള്ളത്? ഇൻഡെക്സ് ഫണ്ടിനെ പറ്റി പറഞ്ഞല്ലോ. എന്തോ പറയൂ. ഇൻഡെക്സ് ഫണ്ട്
അതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽസ് പറയാമോ? അതിലേതെടുക്കണം? അതിനെപ്പറ്റി എനിക്കൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ്. അല്ല, ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ നിഫ്റ്റി സെൻസെക്സ് എന്നൊക്കെ പേപ്പർ കണ്ടിട്ടുണ്ടോ? നിഫ്റ്റി വീണു, നിഫ്റ്റി കുതിച്ചു കയറി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തം പെർഫോമൻസ് കാണാനായിട്ട് ഇന്ത്യയിലല്ല, ലോകത്തിലെ എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇൻഡെക്സുകൾ ഉണ്ടാവും. അപ്പൊ ആ ഇൻഡെക്സിന്റെ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്കാണോ താഴേക്കാണോ എന്ന് പറയുന്നത്. അപ്പോ അതിന് സ്റ്റോക്ക് മാർക്കറ്റ് നിശ്ചയിച്ചിട്ടുള്ള, ഇന്ത്യയിലാണെങ്കിൽ നിഫ്റ്റിയിലാണെങ്കിൽ 50 സ്റ്റോക്കുകളുണ്ട്, ഒരു പ്രത്യേക ഇതിലായിരിക്കും നിക്ഷേപിക്കുന്നത്. അപ്പൊ അതിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി പെർഫോമൻസ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ മ്യൂച്വൽ ഫണ്ടും ഈ 50 സ്റ്റോക്കിനെ മാത്രം ഉദ്ദേശിച്ചിട്ട് ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒന്നും അറിയണ്ട, ഈ 50 സ്റ്റോക്കിലായിരിക്കും നമ്മൾ നിക്ഷേപിക്കുന്നത്. അപ്പോ ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന ടൈമിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇരുന്നിരുന്നത് ഏകദേശം 3000-2000 പോയിന്റിലാണ് ഇരുന്നിരുന്നത്. ഇപ്പോ അത് ഇരിക്കുന്നത് 16,000-ലും 60,000-ലേക്ക്. അപ്പോ ഞാൻ അന്നേ തുടങ്ങിയിട്ട് നിങ്ങളെ പോലെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ 2,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പൊ 16,000 ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ലോസ് ഉണ്ടാവും. ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും പോകുന്നത് ഇങ്ങനെ അതെ 17,500. അപ്പൊ ഞാൻ അന്ന് നിക്ഷേപിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും രൂപ കിട്ടിയേനെ. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓരോ പോയിന്റിലും ഇടാന്നുള്ളൂ കാര്യം പറഞ്ഞാൽ. അപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ 10 വർഷം മുന്ന് സ്റ്റോക്ക് മാർക്കറ്റ് എന്ത് പറഞ്ഞാലും ഏകദേശം 6,000 പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 17,800 ആയി. അപ്പൊ നമ്മൾ ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഗുണം അതാണ്. ബെസ്റ്റ് വേ ടു ഇൻവെസ്റ്റ്, യു ക്യാൻ ബൈ ഡിജിറ്റൽ ഗോൾഡ്. എന്റെ അഭിപ്രായത്തിൽ മ്യൂച്വൽ ഫണ്ടോ ETF വാങ്ങണം ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്. ആയിക്കോട്ടെ. ഇതിൽ ഒരു കാര്യം പറയട്ടെ അക്ഷയ്, ദർ ഈസ് നത്തിങ് ലൈക്ക് ഇൻവെസ്റ്റിംഗ് ഈസ് ഓൾവേസ് റിസ്കി. സോ യു ഷുഡ് നോ വാട്ട് അസെറ്റ് ടു ബൈ ആൻഡ് ഹോൾഡ്. അപ്പോ ട്രൈ ടു ഇൻവെസ്റ്റ് ബൈ യുവർ സെൽഫ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറുടെ ഹെൽപ്പോടുകൂടി ഇൻവെസ്റ്റ് ചെയ്യണ നല്ലത്. അപ്പോ ഡെറ്റ് ട്രാപ്പിലൊക്കെ എല്ലാത്തിലും റിസ്ക് ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൺലി ദാറ്റ് നമ്മൾ പ്രൊഡക്റ്റ് നോക്കുന്ന ടൈമിൽ അത് നല്ലതാണോ എന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യണം. നമുക്ക് അതിന്റെ ക്വാളിറ്റി റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഇങ്ങനത്തെ ട്രാപ്പുകളിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് എന്റെ അഭിപ്രായത്തിൽ ഇറ്റ്സ് അഗൈൻ ചേഞ്ച് യുവർ ഹാബിറ്റ്. ഇപ്പൊ നിങ്ങൾ എപ്പോഴും സ്വൈപ്പ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടും. ക്രെഡിറ്റ് കാർഡ് ഇസ് ഗുഡ്, കാരണം പൈസ മാനേജ് ചെയ്യാനായിട്ട് നല്ലതാണ്. പക്ഷെ നിങ്ങൾ അതിൽ അടിമപ്പെടാൻ പാടില്ല. അതിൽ കൺട്രോൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ്. മാർക്കറ്റ് റിസ്ക് ഡെഫിനറ്റ്ലി ഉണ്ട് റസീം മ്യൂച്വൽ ഫണ്ടിൽ. ഇപ്പോ പക്ഷെ നമ്മൾ ഒരു ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പീരിയോഡിക്കലി ഉണ്ടാവുന്ന ഒരു റിസ്ക് നമ്മൾ ആ സമയത്ത് പൈസ എടുക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോ ഓരോ ഷെയർ വാങ്ങുന്ന സമയത്ത് ഒരു എന്താ പറയാ 500 രൂപയുടെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഷെയർ 100 രൂപ വരെ താണു പോകും. നമ്മൾ ആ സമയത്ത് വിൽക്കാണ്ടിരുന്നാൽ മതി. നമ്മൾ ഈ 500 രൂപ ഉള്ളത് ഒരു 5,000 എത്തിയിട്ട് വിൽക്കുന്നു തീരുമാനിച്ചു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ. ആ ടൈമിൽ നമ്മൾ നോക്കേണ്ട വെച്ചാൽ ഈ ഷെയർ നല്ലതാണോ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇറ്റ്സ് മോർ ടെക്നിക്കൽ. ബട്ട് എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഇതിലൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ കിട്ടുന്ന 10% നിങ്ങൾ സേവ് ചെയ്യാൻ പഠിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ഈ ഇൻഡെക്സ് ഫണ്ട് പറഞ്ഞ എൻ്റെ ഒരു കാര്യം അതാണ്. കാരണം ഐ എം എക്സ്പെക്ടിങ് ദാറ്റ് നിങ്ങളാരും ഇപ്പൊ ഈ 500 രൂപ മാറ്റി വെക്കുന്നത് നിങ്ങളാരും പോയിട്ട് അടുത്ത മാസം വിഡ്രോ ചെയ്യാൻ പോകുന്നില്ല. യു ആർ ഗോയിങ് ടു വിഡ്രോ ചിലപ്പോൾ നിങ്ങളുടെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് എടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. ആ ടൈമിൽ അന്ന് യു വിൽ ബി താങ്കിങ് ഫോർ മീ. ഇന്ന് നിങ്ങൾ ചെയ്യണമെങ്കിൽ is there any advantage of holding share for long time? Definitely advantage ഭയങ്കരമല്ലേ. കാരണം വെച്ചാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളിപ്പോ V-Guard എന്ന് പറഞ്ഞ ഷെയർ ഒക്കെ എന്താ പറയാ ഇപ്പൊ ഇരിക്കുന്നത് ഇപ്പൊ സ്പ്ലിറ്റ് ആയി. പക്ഷെ എന്നാലും ഒരു 3,000 രൂപ വാല്യൂ ഉണ്ടാവും അന്ന് ലിസ്റ്റ് ചെയ്തപ്പോ വാങ്ങിയതിനേക്കാളും. അപ്പോ എന്റെ കയ്യില് ഞാൻ പണ്ടെങ്ങാണ്ടും എന്റെ പാർട്ട്ണർ അക്കൗണ്ടിലാണ് ഉള്ളത്. ആള് 26,000 രൂപയ്ക്ക് V-Guard വാങ്ങി വെച്ചിട്ടുണ്ട്. 26,000 രൂപയ്ക്ക് 26,000 എണ്ണം. അത് ഇപ്പോ ഏകദേശം 10 ലക്ഷം രൂപ വാല്യൂ ഉണ്ട്. ദാറ്റ് മീൻസ് ഓവർ എ പീരീഡ് ഓഫ് 10 years ടൈം.
അപ്പോ സോ ദാറ്റ് ഈസ് കോൾഡ് ലോങ് ടൈം. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പാരന്റ്സിനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. 2008 ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്, റിസഷൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഓരോ വർഷവും റിസഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ടാറ്റ എന്ന് പറഞ്ഞ കമ്പനി ആ റിസഷൻ ഉള്ളപ്പോഴുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ അന്ന് ടാറ്റയുടെ ഷെയർ വാങ്ങി വെച്ചിരുന്നെങ്കിൽ എത്രയാണോ ടാറ്റയുടെ ഷെയറിന്റെ അപ്രീസിയേഷൻ, ദാറ്റ് യു വിൽ ഓൾസോ ഗെയിൻ. കോമ്പൗണ്ടിങ് കൊണ്ട് ഉണ്ടാകുന്ന, എന്നാൽ കോമ്പൗണ്ടിങ് കൊണ്ട് ആണോ? ആ കോമ്പൗണ്ട് ഡെഫിനറ്റ്ലി കോമ്പൗണ്ടിങ് കൊണ്ട് തന്നെയാണ് ഉണ്ടാവുന്നത്. ഹൗ ക്യാൻ വി സ്റ്റഡി മോർ അബൌട്ട് മ്യൂച്വൽ ഫണ്ട്? ഇതില് എന്റെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് ഒത്തിരി ഡെഫിനറ്റ്ലി നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്ന യൂട്യൂബ് ഒക്കെ ഇതിലൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാൻ പറ്റും എന്താണെന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് തിയറി പഠിക്കാനായിട്ട് ഒരു ഡിഫിക്കൽട്ടും ഇല്ല. കാരണം മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്റ്റീവ് പൈസ, എന്നിട്ട് ഗ്രൂപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇതിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് മ്യൂച്വൽ ഫണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഒരു ഇൻഡിവിജ്വൽ പഠനം നടത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് പറ്റും. ഞാൻ എപ്പോഴും പറഞ്ഞത് യൂട്യൂബിനെ നിങ്ങൾക്ക് ആശ്രയിക്കാം, പക്ഷെ ഡോണ്ട് ഇൻവെസ്റ്റ് ബേസ്ഡ് ഓൺ വാട്ട് യു ആർ എന്താ പറയാ യൂട്യൂബിൽ കേൾക്കുന്നത് മാത്രം ആശ്രയിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. കാരണം എനിക്കൊക്കെ എപ്പോഴും കാര്യം ചിലപ്പോൾ ഞാനിപ്പോ പറയുന്നത് ഇന്ന ഫണ്ട് നല്ലതാണ് എന്ന് ഞാനിപ്പോ പറയണം, പക്ഷെ എനിക്കറിയില്ല അത് നിങ്ങൾക്ക് നല്ലതാണെന്നുള്ളത്. കാരണം ഇപ്പൊ പവിത്ര എന്ന് പറഞ്ഞ ആൾക്ക് ചിലപ്പോ ഒരു വർഷം കഴിഞ്ഞിട്ട് വേണ്ട പൈസ ആയിരിക്കും. ഞാൻ പറയുന്നു മ്യൂച്വൽ ഫണ്ട് നല്ലതാണ്, ഇക്വിറ്റി ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് നല്ലതാണ്, പക്ഷെ ഒരു വർഷത്തേക്കാണെങ്കിൽ ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് ഇറ്റ്സ് എ ബാഡ് ചോയ്സ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് വേണ്ടേ? ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എക്സ്പീരിയൻസ് ആൻഡ് ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ യു ഷുഡ് നോ വാട്ട് യു ആർ ഇൻവെസ്റ്റിംഗ്. അതും ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ ബിസിനസ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ. ദ സ്റ്റോക്സ് ആർ നത്തിങ് ബട്ട് ബിസിനസ്സസ്. അപ്പോൾ നമുക്ക് മനസ്സിലാവണം ഏത് ബിസിനസ്സാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത്. എന്നിട്ട് ആ ബിസിനസ്സിൽ ഏത് ഷെയർ ആണോ, ഏത് കമ്പനിയാണോ ഉള്ളത് നോക്കുക. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ചെയ്യുക. എന്താണ് എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാകൂല, എന്താണ് ഉദ്ദേശിക്കുന്നത്? എൽബിൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ് എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാകൂല, എന്താണ് എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാകത്തില്ലെന്ന്. ഒരിക്കലും തന്നെ ഉണ്ടാവില്ല. സോ യു ഷുഡ് എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൊന്ന് തൊട്ട് നോക്കണം, എന്നിട്ട് മാറണം, എന്നിട്ട് ചൂടുണ്ടാ തണുപ്പുണ്ടാ എന്നൊക്കെ നോക്കിയേ പറ്റത്തുള്ളൂ. ആൻഡ് യു കൻ സ്റ്റഡി ഡെഫിനറ്റ്ലി. സോ ഫസ്റ്റ് യു സ്റ്റഡി, സ്റ്റാർട്ട് റീഡിങ്, സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ്. ഡെഫിനറ്റ്ലി അത് ഇത്തിരി നമ്മുടെ പൈസ ഇടുമ്പോൾ നമ്മൾ തനിയെ പഠിക്കും. ഓക്കെ, ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്താൽ സിബിൽ സ്കോർ, എനിക്ക് ഈ മംഗ്ലീഷ് എനിക്ക് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ ഒന്നും വായിച്ചെന്നാൽ എനിക്ക് ഉപകാരമുള്ളൂ. എന്താണ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ സിബിൽ സ്കോർ കൂടില്ലേ? അത് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് അല്ല മണി തിരിച്ചടയ്ക്കുവാണെങ്കിൽ ആ മണിക്ക് ഇൻട്രസ്റ്റും ഇല്ലല്ലോ. അപ്പം ലിമിറ്റഡ് ടൈമിനുള്ളിൽ നമ്മൾ ആ മണി ഡബിൾ ചെയ്യാൻ പറ്റിയാൽ അത് ബെറ്റർ അല്ലേ? ഇതൊക്കെ പറയാൻ നല്ല രസമാണ്, പക്ഷേ ഇതൊന്നും നടക്കത്തില്ലാത്തല്ലേ. ഇപ്പൊ ഡബിൾ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഡബിൾ ആവണ്ടേ? കാരണം അങ്ങനെ ഡബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊക്കെ എന്റെ വയസ്സ് ഇപ്പൊ 40 വയസ്സായി. ഞാൻ എല്ലാ വർഷവും എല്ലാ പൈസയും ഡബിൾ ചെയ്യാൻ ഞാൻ എവിടെ എത്തിയാണ്? ഇറ്റ് വോണ്ട് ഡബിൾ ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോ so answer to your question, if you are using credit card in a sensible manner, it's very good. And ഇപ്പോ ഞാൻ എപ്പോഴും പറയണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നമുക്ക് മനസ്സിലാവണം why I am using that. And ഈ പറയണ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇതൊന്നും ഒരു നമ്മുടെ ഡിസിപ്ലിനെ ബാധിക്കരുത്. കാരണം ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് വന്നു കഴിഞ്ഞാൽ you are losing money. പക്ഷേ if you are using credit card in a very sensible manner, it's very good. And ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഡ്യൂ ഡേറ്റിനുള്ളിൽ അടച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുക്കണ്ട. പക്ഷേ ഡ്യൂ ഡേറ്റ് വല്ലപ്പോഴും മിസ്സായി കഴിഞ്ഞാൽ you are charging about 24 to 48% interest. Yeah. Investing, എന്താണ് ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റിംഗ്? See, I always prefer for investing, not for trading.
Trading, it's more like a day job. You are sitting in front of the computer and price താഴെ നിന്ന് പോകുന്നു, വാങ്ങുന്നു, മുകളിലേക്ക് പോകുന്നു. സി ഞാനിപ്പോ നോയൽ SIP ലോസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ലോസ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഒരു വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഐ എം ടെല്ലിങ് യു ഫോർ 10 years മിനിമം. 10 yearsൽ 10th yearൽ ഒരു ഹ്യൂജ് ഡിപ്രഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും എല്ലാവരും കൂടി ഒരു യുദ്ധമോ അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ യു വോണ്ട് ലൂസ് മണി. പക്ഷേ പ്രൊസീജിയർ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇത് ഒരു മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് തുടങ്ങുക, എന്നിട്ട് ഇൻഡെക്സ് ഫണ്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൂഗിളിൽ ഏതൊക്കെയാണ് ഇൻഡെക്സ് ഫണ്ടുകളുള്ളത് എന്നുള്ളത്. ICICI ഉണ്ട്, HDFC ഉണ്ട്. അതിന്റെ ഏതെങ്കിലും ഒരിടത്തിൽ ജോയിൻ ചെയ്താൽ മതി. It's everything, performance will be almost same. Is it better to take loan than credit card? It depends, Vaishak. Okay. For example, ഇപ്പൊ നമുക്ക് ഒരു മാസത്തേക്ക് ഒരു 20 ദിവസത്തിനുള്ള അടയ്ക്കാൻ പറ്റണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇസ് ഗുഡ്. പക്ഷേ നിങ്ങളിപ്പോ ഒരു വർഷത്തേക്ക് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ലോൺ ഇസ് ഗുഡ്. ഫോർ ഇയേഴ്സിനും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ് 4 yearsനൊക്കെ ഇറ്റ്സ് ഗുഡ്. 4 yearsനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ക്യാൻ യു ടോക്ക് അബൌട്ട് ബോണ്ട് ആൻഡ് ബോണ്ട് ആൻഡ് ഡിബെഞ്ചർ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ആളുകളിൽ നിന്ന് പൈസ വാങ്ങും. അപ്പോ അതിന് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരാന്ന് പ്രോമിസ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റർക്ക് ആ ഇൻട്രസ്റ്റ് ആ പറഞ്ഞ ടേം പീരീഡിൽ കിട്ടിക്കൊണ്ടിരിക്കും. അതിനാണ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Bond and debenture is same. Is index fund and SIP is the same? Yeah, SIP എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, ഒരു മെത്തേഡ് ആണ് അതിനെ പറഞ്ഞത്. ഇൻഡെക്സ് ഫണ്ട് വെച്ചാൽ പ്രൊഡക്റ്റ് ആണ്. ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഞാൻ ഈ പറഞ്ഞ SIP മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കാർത്തിക് പറഞ്ഞത്. In case we acquire 10,000 or 20,000 or let's say 50,000 rupees, we are supposed to hold on that as backup or something. How do you suppose we should grow that kind of sum without attention towards it? ഞാൻ ഈ SIP പറഞ്ഞത് യു ഡോണ്ട് ഐ മീൻ നിങ്ങൾക്ക് അറ്റൻഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കീപ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റ് ആസ് ഇഫ് ദാറ്റ് എനിക്ക് ഇനി 5 വർഷത്തേക്ക് ഈ പൈസ ആവശ്യമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഞാൻ ഈ കട കൊടുത്തിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയണില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പോക്കറ്റ് മണി വാങ്ങുന്നു ആൻഡ് യു ആർ അസ്യൂമിങ് ദാറ്റ് വീട്ടിൽ നിന്നുള്ള പ്ലാൻ അനുസരിച്ച് 1000 രൂപ കിട്ടി കഴിഞ്ഞാൽ 1000 രൂപയും നിങ്ങൾ ചെലവാക്കുന്നു എന്നാണ് നിങ്ങളുടെ ഉദ്ദേശം. അതിന് പകരം നിങ്ങളൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നു. എനിക്ക് 1000 രൂപ കിട്ടി കഴിഞ്ഞാൽ 100 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത്. ആ 100 രൂപ പോയാലും കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി. What is the better way to buy car? Should I take car loan or should I pay with ready cash? See, it depends. I always tell that buy with your own money. Why you need to pay interest? പക്ഷെ കാശില്ലെങ്കിൽ കാർ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? ലോൺ എടുക്കാൻ നിവൃത്തിയില്ല. But it's always good to buy without interest. And you can go for second-hand car also. Why you want to go for a brand new car? Okay. Any other question? നമുക്ക് ഡിഫറെന്റ് പർപ്പസിന് വേണ്ടി സെയിം ബാങ്ക് അക്കൗണ്ടിൽ പൈസ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സംവിധാനമുണ്ടോ? ഡിഫറെന്റ് പർപ്പസിന് അതൊക്കെ ചെയ്യാൻ പറ്റും. ബാങ്ക് അക്കൗണ്ടിൽ ഇറ്റ്സ് നിങ്ങളുടെ പൈസ. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവണം ഈ പൈസ എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ആ ഒരു പർപ്പസ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. യു കൻ ഡു ദാറ്റ്. ഓക്കെ. ഇനി ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ്ടിരുന്നിട്ടുണ്ടോ? ഐ തിങ്ക് ഐ ആൻസർഡ് എവറിത്തിങ്. ഇപ്പൊ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാൻ ആൻസർ ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണമെങ്കിൽ ഐ ട്രൈ ടു ആൻസർ ദാറ്റ്. മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഏകദേശം 2500 ടൈപ്പ് ഓഫ് 2500 ഇതുണ്ട്. അതിൽ തന്നെ ഏകദേശം ഒരു 100 ടൈപ്പെങ്കിലും ഉണ്ടോ. ഞാനിപ്പോ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ സ്റ്റാർട്ട് യുവർ ഇൻവെസ്റ്റ്മെന്റ് ജേണി എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്.
നിങ്ങൾക്ക് ഇന്റർനാഷണൽ ഫണ്ട് ഉണ്ട്, സ്മോൾ ക്യാപ് ഫണ്ട് ഉണ്ട്, ലാർജ് ക്യാപ് ഫണ്ട് ഉണ്ട്, ബാലൻസ്ഡ് ഫണ്ട് ഉണ്ട്. ഇതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് പോലെ തന്നെ പഠിക്കാനുണ്ട്. നിങ്ങൾ ഒരു സെമിസ്റ്ററിന്റെ ഫുൾ പഠിക്കാനുള്ള അത്രയുണ്ട്. സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ആണ്. സ്മോൾ ക്യാപ് മിഡ് ക്യാപ്. സോ അതൊരു ചെറിയ ചെറിയ കമ്പനി ഇന്ത്യയിലത്തെ ഉണ്ട്, അതിനാണ് സ്മോൾ ക്യാപ് എന്ന് പറഞ്ഞത്. ടാക്സ് സേവിങ്സ് ഉണ്ട്. ടാക്സ് സേവിങ്സിനും കേട്ടിട്ടുണ്ട്. വാട്ട് ഇസ് സോ ടാക്സ് സേവിങ്സ് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ 5 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു ആർ ലൈബിൾ ടു പേ ടാക്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഒരു ELSS എന്ന് പറയുന്ന സ്കീമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പൊ അതിനാണ് ടാക്സ് സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത്. ടാക്സ് ഫയലിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഇതേമാതിരി ഒരു സെക്ഷൻ എടുക്കണം അനിക്കുട്ട. സോ ഐ തിങ്ക് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് മണി ടോക്സ് വിത്ത് നിഖിലുണ്ട്. ഐ തിങ്ക് യു വിൽ ഗെറ്റ് എ ബേസിക് ഐഡിയ. അത് കണ്ടു കഴിഞ്ഞാൽ ഞാനും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റും ഒരു ജോബിൻസും കൂടിയുള്ള ഒരു ഇന്റർവ്യൂ അതിലുണ്ട്. സോ ഇഫ് യു ലിസൺ ദാറ്റ് യു വിൽ ഗെറ്റ് എൻ ഐഡിയ. മണി ടോക്സ് വിത്ത് നിഖിൽ ആൻഡ് ജോബിൻസ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ കിട്ടും. സാർ ഒരു 4 to 5 ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ ഇനി ബൂം ചാൻസ് ഉള്ള ഇൻഡെക്സ് ഫണ്ട് ഏതൊക്കെയാണെന്ന് ഒരു എക്സാമ്പിൾസ് ഇൻഡെക്സ് ഫണ്ട് ഗോ ഫോർ നിഫ്റ്റി. ഞാൻ ഈ പറഞ്ഞ വെച്ചാൽ ഈ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബേസിക് ബെറ്റ്. And from there you need to, based on your size of investment, you need to diversify into large cap, small cap, mid cap, international fund. So the journey starts from there. So now my intention is to give you എന്താ പറയുക, ഒരു ഹാബിറ്റ് തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇൻഡെക്സ് ഫണ്ട് ഈസ് നോട്ട് ദ ഓൺലി ഫണ്ട്. ഓക്കെ, അപ്പോ അതിനുവേണ്ടി നമ്മൾ ഡൈവേഴ്സിഫൈ ആണ്. ഇപ്പൊ നിങ്ങളുടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റൈല് വേറെ ആയിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സോ മൈ ഹോൾ ഐഡിയ ആയിട്ട് നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ അടുത്ത് മിനിമം 1 ലക്ഷം രൂപ സപ്പോസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം എന്നുള്ള ആഗ്രഹം മാത്രം കൊണ്ട് പറഞ്ഞതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി തപ്പാൻ നടക്കുന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്കിൽ ഇരിക്കണം. വാവ്, വാട്ട് എ ഫീലിംഗ് യു വിൽ ഹാവ്, വാട്ട് എ കോൺഫിഡൻസ് യു വിൽ ഹാവ്. ആൻഡ് നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി ഉത്തരവാദിത്തമുള്ള ആളാവും. പിന്നെ യു വിൽ സ്റ്റാർട്ട് ലവിങ് ദാറ്റ് മേക്കിംഗ് മണി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നിങ്ങൾ അപ്പോൾ നല്ല ജോലി നോക്കാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആൻഡ് യുവർ ആൻസേഴ്സ് വിൽ മേക്ക് സെൻസ്. If we depositing 5,000 rupees per month, which is the best choice? Which fund making maximum interest? See, പവിത്ര, ഇതിനൊന്നും അങ്ങനെ ഒരു ആൻസർ ഇല്ല ഇതിൽ പറഞ്ഞ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 4-5 മാസത്തിനാണെന്നുണ്ടെങ്കിൽ you won't understand anything. So because the thing is that you don't know in 5 months market എവിടേക്ക് പോകുന്നു എനിക്കും പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. So my point is that after 5 months you want money, go for debt fund. But after ഈ പൈസ തിരിച്ചെടുക്കുന്നത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇക്വിറ്റി ഫണ്ട്, ഇൻഡെക്സ് ഫണ്ടിൽ പോവാം. Any comment on LIC's interest and LIC ആണോ പറയുന്നത് നന്ദു? LICയിൽ ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. LICയിൽ യു ക്യാൻ ഗെറ്റ് ഓൺലി സേഫ്റ്റി. the growth is very less. മ്യൂച്വൽ ഫണ്ടിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ട്. ഡെറ്റ് ഫണ്ടിൽ കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇക്വിറ്റി ഫണ്ടിലാ പ്രോഫിറ്റ്. സർ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പാൻ കാർഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് 50,000 രൂപ കൂടുതൽ കൊല്ലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പാൻ കാർഡിന്റെ ആവശ്യമുണ്ട്. അതർവൈസ് പാൻ കാർഡ് ഈസ് നോട്ട് നീഡഡ്. ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് മതി. ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പൊ നിങ്ങൾക്ക് ഡിപ്പെൻഡൻസ് ആരും ഇല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് മാത്രം മതി. അല്ല, നിങ്ങൾ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ ടൈം ഇൻഷുറൻസ് വേണം. സാർ, ഈ ഇൻഷുറൻസിന് നമ്മൾ പേ ചെയ്യുന്ന മണി കേട്ടില്ല. ഹലോ 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 എനിക്ക് കേട്ടില്ല. ഓക്കെ.
സർ ഏകദേശം നമ്മുടെ ക്വസ്റ്റ്യൻ സെഷൻ അവസാനിച്ചു എന്നാണ് തോന്നുന്നത്. Okay, very good. Okay. ഓക്കെ, ആരും മീറ്റിൽ നിന്ന് ലെഫ്റ്റ് ആവരുത്. സർട്ടിഫിക്കറ്റ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. Okay. അങ്ങനെ ഞാൻ okay, I think it's a lovely interaction with all of you, and keep in touch. Come and subscribe Money Talks with Nikhil, and add on comments. And if you have any questions money related, you can comment and ask. My team will help you. I hope it was worth listening 1 hour with me. Okay, I think Alia, if you have anything, you can. Yes, sir. സാറിന്റെ സെഷൻ ഞങ്ങൾക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളെ യങ്സ്റ്റേഴ്സിന് ഏറ്റവും അധികം അനിവാര്യമായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയായിരുന്നു ഇത്. ഇത്രയും നേരം ഞങ്ങൾക്കായിട്ട് ഇത്രയും തിരക്കുകൾക്കിടയിൽ പോലും മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ഇത്രയും ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്തതിന് സാറിന് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ഒരു വലിയ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഈ മീറ്റുള്ള എല്ലാ സ്റ്റുഡൻസിനും ഒരു വലിയ താങ്ക്സ് ആൻഡ് താങ്ക് യു സോ മച്ച് സർ. Okay, thank you. So I'll log out. Okay, sir. Yeah, thank you. എല്ലാവരോടും നന്ദി. എല്ലാവർക്കും എന്താ പറയാ, കൂടുതൽ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും അതേമാതിരി നന്നായിട്ട് പഠിക്കാനും അതേമാതിരി നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ചിന്തിക്കാനും നന്നായിട്ട് ജോലി കിട്ടാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു. See you. താങ്ക് യു സർ.